വചനത്തിന്റെ അഭിഷേകത്തെ നിറയപ്പെടുവാനായിട്ട് ഹൃദയം തുറന്ന് അതരം തുറന്നൊന്ന് സ്തുതിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തം അവനോട് ഉണ്ടായി, ഒന്നും അവന് കൂടാതെ ഉണ്ടായിട്ടില്ല. ദൈവം അയച്ച വ്യക്തി ഉണ്ടായിരുന്നു, അവന്റെ പേര് യോഹന്നാൻ. അവൻ സാക്ഷ്യത്തിനായിട്ട് വന്നു. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം വചനമാവുന്ന ക്രിസ്തുവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാനായിട്ട് ഈ വചന കൂടാരത്തിന് മുമ്പിൽ ധരിച്ചിരിക്കുന്ന എല്ലാ ദൈവവചനത്തെയും പൂർണ്ണമായിട്ടും ദിവികാരനാഥന്റെ പക്കലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ നിറഞ്ഞവരെ, നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഈ സെന്റ് ജോസഫ് ഫ്രൈഡേയിൽ നമ്മൾ ധ്യാനിക്കുന്നത്, നമുക്കറിയാം ഇന്ന് ജൂൺ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ജൂൺ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തോ? യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രത്യേകം വണക്കമുള്ള അല്ലെങ്കിൽ സമർപ്പണം നടത്തുന്ന മാസമാണ് ജൂൺ മാസം. ജൂൺ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ അരൂപി യേശുവിലൂടെ, പുത്രനിലൂടെ അത് ക്ഷമയായിട്ട് നിത്യജീവനായിട്ട് നമ്മളിലേക്ക് പരിണമിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ അരൂപി പുത്രനായ ക്രിസ്തുവിലൂടെ ക്ഷമയായിട്ട് നിത്യജീവനായിട്ട് മനുഷ്യ വംശത്തിലേക്ക് പരിണമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം എങ്ങനെയാണ് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നതെന്ന് നമുക്ക് ഈ സമയങ്ങളിലൊന്ന് പരിശോധിക്കാം. ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പല പുണ്യ പുരുഷന്മാരും ക്ഷമിക്കുക എന്ന പ്രബോധനം ലോകത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ അവരുടെ പ്രബോധനവും യേശുവിൻ്റെ പ്രബോധനം തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്, അന്തരമുണ്ട്. ലോകത്തിലെ ചരിത്ര പുണ്യ പുരുഷന്മാര് ക്ഷമിക്കുക എന്ന പ്രബോധനം ലോകത്തിന് നൽകിയിരിക്കുന്നത് വെറും പ്രസ്താവനയാണ്. എന്നാൽ ഈ തിരുവചനത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈശോനാഥൻ ക്ഷമിക്കുക എന്ന പ്രബോധനം എവിടെയൊക്കെ വചനത്തോടെ അരുളി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ വലിയ വാഗ്ദാനം മനുഷ്യവംശത്തിന് നൽകിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ക്ഷമിക്കുക എന്ന പ്രബോധനം വാഗ്ദാനം അടങ്ങിയ പ്രബോധനമാണ്. കാരണം യേശു ദൈവപുത്രനായതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ക്ഷമിക്കുക എന്ന പ്രബോധനം വാഗ്ദാനം അടങ്ങിയ പ്രബോധനമാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിൽ വചനം പറയുന്നു, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാല് നിന്റെ ബലി ഞാൻ സ്വീകരിക്കും. നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് പ്രബോധനമാണ്. നിന്റെ ബലി ഞാൻ സ്വീകരിക്കുമെന്ന് പറയുന്നത് വാഗ്ദാനാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ വചനം കാണുന്നുണ്ട്, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാല് നിന്റെ തെറ്റുകൾ ക്ഷമിക്കപ്പെടും. നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് പ്രബോധനമാണ്. നിന്റെ തെറ്റുകളും ക്ഷമിക്കപ്പെടുമെന്ന് പറയുന്നത് വാഗ്ദാനാണ്. വീണ്ടും മാർക്കോസിലെയുടെ സുവിശേഷത്തിൽ വചനം പറയുന്നു, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാല് നിന്റെ രോഗം മാറും. താമസിച്ചുള്ള ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചിട്ടുള്ള ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവർ കൈവയ്ക്കേ. അവർ 80-90% പേരും താമസിച്ചിട്ടുള്ള ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരാണ്. നിങ്ങൾ താമസിച്ചിട്ടുള്ള ധ്യാനം കൂടുമ്പോൾ അത് സസൂക്ഷ്മം വിലയിരുത്തിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഏറ്റവും കൂടുതൽ രോഗസൗഖ്യം നടക്കുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴായിരിക്കും?
ചേച്ചി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ രോഗസൗഖ്യം നടക്കുന്നത് ക്ഷമിച്ച്, കുമ്പസാരിച്ച്, അനുതപിച്ച്, ക്ഷമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ വചനം പറയുന്നു, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാല് നിന്റെ രോഗം മാറും. നിന്റെ സഹോദരനോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് പ്രബോധനമാണ്, നിന്റെ രോഗം മാറും എന്ന് പറയുന്നത് വാഗ്ദാനാണ്. ഇതൊക്കെ വചനാണ്. ഇനി നമുക്കറിയാം, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എന്നോട് തെറ്റ് ചെയ്ത എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ശിഷ്യന്മാരോട് യേശു പറഞ്ഞ മറുപടി എന്താണ്? എന്തോ 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? ക്ഷമയ്ക്ക് അതിരുകളില്ല എന്ന് ഈശോനാഥൻ അവിടെ അടിവരയിട്ട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്നോട് തെറ്റ് ചെയ്ത എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോൾ 7 അല്ല 70 പ്രാവശ്യം എന്ന് ആലങ്കാരികമായിട്ട് പറയുമ്പോൾ ക്ഷമയ്ക്ക് അതിരുകളില്ല എന്ന് ഈശോനാഥൻ അടിവരയിട്ട് അസന്നിഗ്ധമായിട്ട് അവിടെ പ്രഖ്യാപിക്കുകയാണ്. യേശു നേരിട്ട് പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. ഏതാ അത്? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ. സ്വർഗസ്ഥനായ പിതാവ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ മറ്റൊരു പേര് പറയാമോ? സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ മറ്റൊരു പേര് എന്തോ? കർത്തൃ പ്രാർത്ഥന. കൃത്യാണ്. സ്വർഗസ്ഥനായ പിതാവ് എന്ന് തുടങ്ങുന്ന യേശു നേരിട്ട് പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന നമ്മൾ സസൂക്ഷ്മം വിലയിരുത്തിയാൽ ഒരു കാര്യം വ്യക്തമാണ്. മക്കളായ നമ്മൾ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, അപ്പന്റെ സന്നിധിയിലേക്ക് മക്കളായി നമ്മൾ അർപ്പിക്കുന്ന 7 സുന്ദര മനോഹരങ്ങളായ യാചനകളാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന് തുടങ്ങുന്ന യേശു നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥന. എന്താണ്? മക്കളായ നമ്മൾ അപ്പന്റെ അടുത്ത്, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുന്ന 7 സുന്ദരങ്ങളായ മനോഹരങ്ങളായ യാചനകളാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. എല്ലാവരും ഒരുമിച്ച് ഒന്ന് പറഞ്ഞേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എല്ലാവരും ഒരുമിച്ച്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പൊ മക്കളായ നമ്മള് അപ്പന്റെ അടുത്ത് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന 7 സുന്ദരങ്ങളായ മനോഹരങ്ങളായ യാചനകളടങ്ങിയ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ഈശോനാഥൻ ഒരേ ഒരു യാചന മാത്രം കണ്ടീഷനായിട്ട്, വ്യവസ്ഥയായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഏതാണെന്നറിയോ? ഏതാണ്? ചേച്ചി കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്നോട് തെറ്റ് ചെയ്ത സഹോദരനോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ. അപ്പൊ മക്കളായി നമ്മൾ പിതാവിന്റെ അടുത്ത് 7 യാചനകൾ വെക്കുന്ന മനോഹരമായ പ്രാർത്ഥന യേശു പഠിപ്പിച്ചപ്പോൾ അതിൽ ഒരേ ഒരു യാചന കണ്ടീഷനായിട്ട്, വ്യവസ്ഥയായിട്ട് വെച്ചിരിക്കുന്നത്. ഏതായത്? ക്ഷമിക്കണമെന്നുള്ള യാചന മാത്രം ഒരു വ്യവസ്ഥയായിട്ട്. അപ്പൊ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അതായത് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കണമെന്ന് ഒരു വ്യവസ്ഥ, ആ മനോഹരമായ യാചനയായ പ്രാർത്ഥനയിൽ ഒരു വ്യവസ്ഥ വെച്ചേക്കാണ്. എന്തുകൊണ്ടായിരിക്കും ഈശോനാഥൻ ഇത്രയ്ക്കും അധികം പ്രാധാന്യം ക്ഷമിക്കുക എന്ന പ്രബോധനത്തിന് നൽകാനായിട്ടുള്ള കാരണം? നമ്മൾ പറഞ്ഞു, ഈ തിരുവചനത്തിൽ എവിടേക്ക് ഈശോനാഥൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടേക്ക് ഒരു വലിയ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ക്ഷമിക്കുന്നു പറയുമ്പോൾ 7 അല്ല 70 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാതിരികളില്ല എന്ന് അസംഗതായിട്ട് പറയുന്നു. യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ മക്കളായ നമ്മൾ അപ്പന്റെ അടുത്ത് 7 യാചനകൾ അർപ്പിക്കുമ്പോൾ അതിൽ ഒരേ ഒരു യാചന മാത്രം വ്യവസ്ഥയായിട്ട്, കണ്ടീഷനായിട്ട് നിലനിർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഈശോനാഥൻ ക്ഷമിക്കുക എന്ന പ്രബോധനത്തിന് ഇത്രയ്ക്കും അധികം പ്രാധാന്യം നൽകാനായിട്ടുള്ള കാരണം? വെറുപ്പ് എന്ന് പറയുന്നത് വിഷാണ്. ഒരു മരത്തില് നമ്മൾ ഇരിക്കുന്ന ചില്ല മുറിച്ചു കളയുന്നതിന് സമാനമാണ്. ഒരു മരത്തിൽ നമ്മൾ ഇരിക്കണം, ചില്ല മുറിച്ചു കളഞ്ഞാൽ സംഭവിക്കും? എന്ത് സംഭവിക്കും? നമ്മൾ താഴെ വീഴും, നശിച്ചു. അപ്പൊ വെറുപ്പ് എന്ന് പറയുന്നത് വിഷാണ്. ബോബിച്ചിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ മൃതിയിൽ ജീവിക്കുന്നതിന് തുല്യമാണ്, മരിച്ചു ജീവിക്കുന്നതിന് തുല്യമാണ് വെറുപ്പിൽ ജീവിക്കുക എന്ന് പറയണത്. അതായത് വിശുദ്ധ പൗലോസ്ലിയുടെ ഭാഷയിൽ പറഞ്ഞ, വിശുദ്ധ പൗലോസ്ലി പറയുന്നത് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും യാചനകളും ഒരു മഴ കണക്ക് നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ വാക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മഴ കണക്ക് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഒരു വ്യക്തിയുടെ വെറുപ്പിലായിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ദൈവത്തിന്റെ കൃപകളെ, അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ നമ്മിൽ തന്നെ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ്.
അതായത് ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകാതിരിക്കുന്നില്ല. പൗലോസിയുടെ ഭാഷയിൽ അത് വർഷിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ നൽകാതിരിക്കുന്നില്ല, എല്ലാവർക്കും ഒരുപോലെ നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് അത് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ നമ്മിൽ തന്നെ ഒരു വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനത്തിനും ഈ അൾത്താരിൽ നിൽക്കുന്ന എനിക്കും ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. നിങ്ങളോട് തെറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. നമ്മുടെ ഹൃദയത്തിൽ ഒരു കല്ലെടുത്ത് വെച്ച ഒരു വലിയ ഭാരം നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ കപ്പുച്ചൻ മിഷൻ ധ്യാനങ്ങളുണ്ട് ഇടവകകളിൽ. ഇങ്ങനെ ഒരാഴ്ച നിങ്ങളച്ഛന്മാര് താമസിച്ച് നടത്തുന്ന ധ്യാനമാണ്. നിങ്ങളുടെ പല ഇടവകളിലും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും. ഈ കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഞങ്ങള് യൂണിറ്റ് അടിസ്ഥാനത്തിൽ എല്ലാ ഭവനങ്ങളും വെഞ്ചരിക്കും. ഈ വെഞ്ചരിക്കുന്നതിന് 1-2 മാനദണ്ഡങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, തക്കതായ കാരണമില്ലാതെ ധ്യാനത്തിൽ പങ്കെടുക്കാത്തവരുടെ ഭവനങ്ങൾ വെഞ്ചരിക്കില്ല. കാരണം എല്ലാവരും ധ്യാനത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. തക്കതായ കാരണമില്ലാതെ ധ്യാനത്തിൽ പങ്കെടുക്കാത്തവരുടെ ഭവനങ്ങൾ വെഞ്ചരിക്കില്ല. രണ്ടാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അയൽപക്കങ്ങളായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ വലിയ വഴക്കുകൾ അല്ലെങ്കിൽ അയൽപക്കങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും വഴക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭവനങ്ങളും വെഞ്ചരിക്കില്ല. ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഈ കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിന് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. ആലുവ അടുത്തുള്ള ഒരു ഇടവകയിൽ, സ്ഥലം പറയുന്നില്ല, ഒരു ഇടവകയിൽ കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിന് പോയിരിക്കുകയാണ്. അങ്ങനെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ വെഞ്ചരിപ്പിനായിട്ടൊരു യൂണിറ്റിൽ പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒരു വഴിയാണ്, വഴിയുടെ അറ്റത്ത് വീട്ടിലേക്ക് ചെന്നു. വഴിയുടെ അറ്റത്തുള്ള ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ കുടുംബനാഥൻ എന്നോട് പ്രകാരം പറഞ്ഞു, ആ വഴിയിൽ ഒരു അമ്മച്ചിയും അമ്മച്ചിയുടെ വിവാഹം നടക്കാത്തൊരു മകൻ, വിവാഹം നടന്ന 2 മക്കള്, അങ്ങനെ വേറെ 3 കുടുംബമാണ് ആ വഴിയിലുള്ളത്. അറ്റത്താണ് ഞാൻ ആദ്യം പോയ ഇവ പറയുന്ന സഹോദരന്റെ ഭവനം. അപ്പൊ ഈ സഹോദരൻ എന്നോട് പറയാണ്, ഞങ്ങളുടെ ഭവനത്തിലേക്കുള്ള വഴിയാണിത്, പക്ഷേ അമ്മച്ചി മക്കളും, പ്രത്യേകിച്ച് അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് അമ്മച്ചിയുടെ വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വണ്ടി പോലും വരുവാനായിട്ട് സമ്മതിക്കില്ല. എന്നിട്ട് അവരുടെ ഭവനത്തിലേക്ക് പോയ വണ്ടികൾക്ക് വെച്ചിട്ട് ആപ്പ് വെച്ചിട്ട് ഇങ്ങനെ ടയർ പഞ്ചറായതിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങൾ, പാടുകൾ എന്നെ കാണിച്ചു തന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പൊ ഞാൻ അതിനുശേഷം ഈ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു, മറ്റു ഭവനങ്ങളിൽ ചെന്നു. നിങ്ങൾ ഓർക്കണം, ഈ അമ്മച്ചിയുടെ ഭവനത്തിൽ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ മദ്യത്തിനൊക്കെ അടിമയായ ഒരു താന്തോന്നി പോലെ ജീവിക്കുന്ന ഒരു മകൻ, ഇപ്പുറത്തെ 2 മക്കളുടെ വിവാഹം കഴിഞ്ഞു, എന്നാലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്ക്. ഒരു മകള് കല്യാണം കഴിഞ്ഞിട്ടും ഡൈവേഴ്സായിട്ട് വന്ന് നിൽക്കുന്നു, മാറാത്ത രോഗങ്ങൾ, അങ്ങനെ കലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവര് അതൊന്നും ചിന്തിക്കാതെ ഇവർ ആ വാശിയിൽ, വൈരാഗ്യത്തിൽ തന്നെ വഴക്കും കേസും കൂട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ചേട്ടൻ സഹോദരന്റെ ഭവനം കഴിഞ്ഞതിന് ശേഷം അമ്മച്ചിയുടെ അടുത്ത്, അമ്മച്ചിയും ഈ മകനും മാത്രമായിട്ട് താമസിക്കുന്ന ഭവനത്തിലേക്ക് ചെന്നു. ഈ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി, ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് വഴിയുണ്ടല്ലോ, ആ ചേട്ടന് വണ്ടിയൊന്നും പോവാനായിട്ട് അമ്മച്ചിയും മക്കളൊന്നും സമ്മതിക്കുന്നില്ല എന്നാണല്ലോ സഹോദരൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചിയോട് തുടക്കത്തിൽ അമ്മച്ചി വളരെ സ്നേഹത്തോടൊക്കെയാണ് സംസാരിച്ചത്. അവസാനമായപ്പോഴേക്കും അമ്മച്ചി പറഞ്ഞു, അമ്മച്ചിയുടെ സംസാര രീതിയൊക്കെ മാറി. അമ്മച്ചി എന്നോട് ശക്തമായ ഭാഷയിൽ പറയാനായിട്ട് തുടങ്ങി, ഇത് എൻ്റെ വഴിയാണ്, ഇത് എൻ്റെ വഴിയാണ്, അവർക്ക് ഇതിലൂടെ വാഹനങ്ങളൊന്നും കൊണ്ടുപോകാനായിട്ടുള്ള അവകാശമില്ല, ഞാനതിനെ സമ്മതിക്കില്ല, ഇത് എൻ്റെ വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മച്ചി, ഓർക്കണം 60-65 മേലെ പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്, 70 വയസ്സോളൊക്കെ തോന്നുന്ന ഒരു അമ്മച്ചിയാണ്. ഈ അമ്മച്ചി പറയാണ്, ഇതിൻ്റെ വഴിയാണെന്ന് ശക്തമായ ഭാഷയിൽ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാഹനത്തെയും അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കില്ല. അച്ഛൻ വീട് വെഞ്ചരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ അമ്മച്ചൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്, അച്ഛൻ വീട് വെഞ്ചരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് എൻ്റെ വഴിയാണ്, ഇതിലൂടെ ഒരു വാഹനവും പോവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല.
അപ്പൊ അവിടെ ഭവനം വെഞ്ചരിക്കാതെ സങ്കടത്തോടെ തിരിച്ചു വരേണ്ട കാഴ്ച ഉണ്ടായി. കാരണം ആ 3 കുടുംബത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഈ മാറാ രോഗങ്ങൾ, തടസ്സങ്ങളൊക്കെ, ബന്ധനങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ അമ്മച്ചിക്ക്, മക്കൾക്ക് അതൊന്നും പിടുത്തം കിട്ടുന്നില്ല. ആ ഭവനങ്ങൾ വെഞ്ചരിക്കാതെ അമിഷൻ ധ്യാനത്തിൽ അവിടെ നിന്ന് പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. കഴിഞ്ഞ നോമ്പില് ചാലക്കുടി അടുത്തുള്ള ഒരു ഇടവകയിൽ ഇതുപോലെ തന്നെ മിഷൻ ധ്യാനത്തിന് വന്നപ്പോൾ വല്യപ്പനും വല്യപ്പൻ്റെ അനിയൻ്റെ മോനും തമ്മിൽ പുരിഞ്ഞ വഴക്കാണ്. വീടുകൾ തൊട്ടടുത്താണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മതിലുണ്ട്. ആ മതിലിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന മരങ്ങളുടെ ചോല ഈ രണ്ടുപേരും വീട്ടിലേക്ക് വീഴുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ വഴക്ക് കേസും കൂട്ടായിട്ട് കോടതിയിൽ നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഇവർ 2 കൂട്ടരുടെ വീട്ടിൽ ഭവനത്തിൽ കയറി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർ തമ്മിൽ കൂട്ടുകുടുംബം പോലെ ചെറുപ്പത്തിൽ വളരെ സ്നേഹത്തിൽ ഒത്തൊരുമയിൽ ജീവിച്ച കുടുംബമാണ്. അപ്പോൾ ഈ അനിയച്ചൻ്റെ മകൻ പറയുന്നത്, ഞങ്ങളുടെ വല്യപ്പന് ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ ജീവിച്ചതാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് പോലും വല്യപ്പൻ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അവരെ 2 പേരെയും കൂടി വിളിച്ച് അതേ രൂപത്തിൽ തന്നെ, വെഞ്ചരിക്കാനുള്ള രൂപത്തിൽ തന്നെ അവർ 2 പേരെയും വിളിച്ച് ഞാൻ പറമ്പിലേക്ക് ചെന്നു. മരങ്ങളൊക്കെ കണ്ടു, അവരോട് സംസാരിച്ചു, ഒരു കണക്കിന് ഒത്തുതീർപ്പാക്കി. അപ്പോൾ എന്നോട് ഈ അനിയൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വല്യപ്പൻ എൻ്റെ അമ്മ മരിച്ചിട്ട് പോലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു തീരാവേദന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കണക്കിന് ഒരു അഗ്രിമെൻറ്റിൽ ഇത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും 2 വീടുകൾ എൻ്റെ ഒപ്പം കയറണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വല്യപ്പനും ഈ അനുജൻ്റെ മകനും കൂടി അനുജൻ്റെ മകൻ വീട്ടിൽ ആദ്യം കയറി ഞങ്ങൾ ഒരുമിച്ച് വെള്ളം കുടിച്ചു. അതിനുശേഷം അപ്പുറത്തെ വീട്ടിൽ വല്യപ്പൻ്റെ വീട്ടിലും പോയി ഇതുപോലെ തന്നെ ചെയ്തു. അപ്പം അന്ന് വൈകുന്നേരമായപ്പോൾ ഈ വല്യപ്പൻ്റെ അനുജൻ്റെ മകൻ ധ്യാനം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പ്രകാരം പറയുകയാണ്, അച്ഛാ എനിക്ക് സന്തോഷമായി. ഇപ്പം ഞങ്ങളുടെ ഈ സ്നേഹബന്ധം എത്ര നാൾ മുന്നോട്ട് വന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് സന്തോഷമായി, എൻ്റെ അമ്മ മരിച്ചിട്ട് പോലും എൻ്റെ ഭവനത്തിലേക്ക് വരാത്ത ഈ വല്യപ്പൻ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന്, എൻ്റെ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ സത്യം പറയട്ടെ അച്ഛൻ, എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെ ജീവിച്ചിരുന്നവരാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പക്ഷം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരു കല്ലെടുത്തു വെച്ച ഒരു ഭാരം അനുഭവപ്പെടും. പിന്നെ എങ്ങനെ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കും? യേശുവിലേക്ക് നോക്കുക. നമുക്കറിയാം, യേശു ക്ഷമിക്കുക എന്ന പ്രബോധനം ലോകത്തിന് നൽകുക മാത്രമല്ല, കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമിക്കുക എന്ന പ്രബോധനത്തിൻ്റെ ഉദാത്തമായ മാതൃക ദൈവ ജനത്തിന് ഈശ്വരനാഥൻ കാട്ടി തന്നിട്ടുണ്ട്. എങ്ങനെയാണ് യേശുവിന് ഇത് സാധിച്ചത്? നമുക്കറിയാം, ദൈവപുത്രൻ എന്നതുപോലെ തന്നെ മനുഷ്യപുത്രനും കൂടി ആയതുകൊണ്ട് മാനസികമായ വികാരങ്ങളും യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വചനം പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ഉള്ളിൽ എന്താണെന്ന് അവൻ അറിയാമായിരുന്നു, മറ്റുള്ളവരുടെ ചിന്ത എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച ശത്രുക്കളുടെ ഹൃദയ വിചാരങ്ങളെ വളരെ വ്യക്തമായിട്ട് യേശുവിന് അറിയാമായിരുന്നു. പിന്നെ എങ്ങനെയാണ് യേശുവിന് അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനായിട്ട് സാധിച്ചത്? യേശുവിനെ സംബന്ധിച്ച ആത്യന്തികമായ ലക്ഷ്യം, യേശു ഭൂമിയിലേക്ക് വന്നത്, യേശുവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 34-ാം തിരുവചനം പറയുന്നത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവിടുത്തെ ജോലി പൂർത്തിയാക്കിയതാണ് എൻ്റെ ഭക്ഷണം. വീണ്ടും 5-ാം അധ്യായത്തിൽ തിരുവചനം പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. വീണ്ടും 6-ാം അധ്യായത്തിൽ തിരുവചനം പറയുന്നുണ്ട്, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റെതത്രേ. യേശുവിനെ സംബന്ധിച്ച പരമ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ പദ്ധതി അതിന്റെ പൂർണ്ണതയിൽ കണ്ടെത്തി നിർവഹിക്കുന്നുള്ളതായിരുന്നു.
എന്താണ് ആ പദ്ധതി? മനുഷ്യ വംശത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കുരിശിൽ രക്തം ചിന്തിക്കൊണ്ട് വംശത്തെ വീണ്ടെടുക്കുക എന്നുള്ള ആ വലിയ ദൈവത്തിന്റെ പദ്ധതി അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നുള്ളതായിരുന്നു യേശുവിനെ സംബന്ധിച്ച പരമപ്രധാനമായ ദൗത്യം. അതുകൊണ്ട് തന്നെ ഇനി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈശ്വരനാഥൻ മറ്റുള്ളവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കുന്നതിന് വരെ നമ്മൾ പറഞ്ഞു, യേശുവിന്റെ മരണത്തിലേക്ക് നയിച്ച ശത്രുക്കളുടെ ഹൃദയ വിചാരങ്ങളെ വളരെ വ്യക്തമായിട്ട് യേശുവിന് അറിയായിരുന്നു. മറ്റുള്ളവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കുന്നതിന് പകരം പിതാവിന്റെ പദ്ധതിയെ പറ്റിയാണ് നിരന്തരം ഈശ്വരനാഥൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മളെ സംബന്ധിച്ച ദൈവത്തിന്റെ പദ്ധതി കിട്ടിക്കൊണ്ട് വചനം പറയുന്നുണ്ട്, നിന്നെ സംബന്ധിച്ച പദ്ധതി എനിക്കുണ്ട്, എന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ്. ദൈവത്തിന് നമ്മെ സംബന്ധിച്ചുള്ള പദ്ധതിയൊക്കെ നമ്മൾ വിട്ടുകൊണ്ട് നമ്മൾ നിരപരാധിയാണ്. നമ്മുടെ എതിരെയുള്ള വ്യക്തി മനഃപൂർവ്വം എന്നെ തോൽപ്പിക്കാനായിട്ട്, മനഃപൂർവ്വം എന്റെ സൽപ്പേര് കളയാനായിട്ട്, മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കാനായിട്ട് ചെയ്തതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്ന പക്ഷം എൻ്റെ ഹൃദയത്തിൽ ഒരു കല്ലെടുത്ത് വെച്ച വലിയ വലിയ ഒരു ഭാരം അനുഭവപ്പെടുന്നു. ഇത് പകരം ദൈവത്തിന്റെ പദ്ധതിയെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമുക്കറിയാം, കാക്കയ്ക്കും അണ്ണാറക്കണ്ണനൊക്കെ ഈ ഭൂമിയിൽ എന്ത് അവകാശമുണ്ടോ അക്കണക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാനായിട്ട് വന്നിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ഒരു തത്വശാസ്ത്രജ്ഞന്മാരൻ പറയുന്നത്, ഞാൻ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ഭൂമി എന്ന ഗൃഹം സന്ദർശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ഭൂമി എന്ന ഗൃഹം സന്ദർശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്തരത്തില് ഈ ഭൂമിയിൽ കുറച്ച് നാളുകൾ ഈ ഭൂമിയെ സന്ദർശിക്കാനായിട്ട് വന്നിട്ട് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാനായിട്ട് ദൈവം നമ്മൾ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുമ്പോൾ നമ്മൾ നിരപരാധിയാണ്. നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി മനഃപൂർവ്വം നമ്മുടെ സൽപ്പേര് കളയാനായിട്ട് ചെയ്തതാണ്, മനഃപൂർവ്വം നമ്മുടെ മുറിവേൽപ്പിക്കാനായിട്ട് ചെയ്തതാണ്, മനഃപൂർവ്വം നമ്മളെ വേദനിപ്പിക്കാനായിട്ട് ചെയ്തതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന പക്ഷം ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഒരു അസ്വസ്ഥത നമ്മുടെ ഹൃദയത്തിൽ ഉളവാകുന്നു. പിന്നെ എങ്ങനെ നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് സാധിക്കും? അതുകൊണ്ടാണ് എസെക്കിയേൽ ദീർഘദർശി ഇപ്രകാരം പ്രവചിച്ചത്, നിന്നിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസളമായ ഹൃദയം നിനക്ക് ഞാൻ നൽകും, ഒരു നവചൈതന്യം നിന്നെ ഞാൻ സൃഷ്ടിക്കും. ഇത് യേശുവിന്റെ ഹൃദയമാണ്. എന്താണ് യേശുവിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത? യേശുവിന്റെ ഹൃദയം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ പദ്ധതി അന്വേഷിച്ച് കണ്ടെത്തി പ്രാർത്ഥ്യമാക്കിയ ഹൃദയമാണ്. യേശുവിന്റെ ഹൃദയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വിധിക്കാത്ത ഹൃദയമാണ്. യേശുവിന്റെ ഹൃദയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഹൃദയമാണ്. ഈ യേശുവിന്റെ ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, യേശുവിന്റെ ഹൃദയം കൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണുവാനായിട്ട് തുടങ്ങുമ്പോൾ, മറ്റുള്ളവരോട് നിരവാധികം ക്ഷമിക്കുവാനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികളിലൂടെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ജീവിതയാത്ര നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് നാള് ഈ ഭൂമി എന്ന ഗൃഹം സന്ദർശിക്കാനായിട്ട് വന്നിരിക്കുന്ന വേളയിൽ സന്തോഷത്തോടെ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ നിറവില് ആനന്ദത്തോടെ, പരിശുദ്ധമ്മ കണക്ക് ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ ശിമയോൻ പ്രവചിച്ച വാൾ കണക്ക് അസ്വസ്ഥതകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നപ്പോൾ അതിൻ്റെ മുമ്പിലൊന്നും തളരാതെ പതറാതെ അതിനൊക്കെ കരുത്തോടെ നേരിട്ട് ആനന്ദത്തിൻ്റെ ജപമണികൾ മുഴക്കിയ പരിശുദ്ധമ്മയെ പോലെ ആനന്ദത്തോടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാനായിട്ടാണ് ദൈവം നമ്മ ഓരോരുത്തരെയും വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ. അതാണ് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ ഹൃദയം പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി അന്വേഷിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടെത്തിയ നിറവേറ്റിയ ഹൃദയമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എസെക്കിയേൽ ദീർഘദർശി പ്രവചിച്ചത് കണക്ക് മാംസളമായ ഹൃദയം, യേശുവിൻ്റെ ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ, മറ്റുള്ളവരോട് നിരപാധികം ക്ഷമിക്കുവാനും
യേശു നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അടുത്ത ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 4-ാം അധ്യായം 34-ാം തിരുവചനത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലോടും എന്തെങ്കിലും തരത്തിലുള്ള നീരസമോ വെറുപ്പോ വിദ്വേഷമോ, ഒരുപക്ഷെ നമ്മൾ നിരപരാധിയായിരിക്കാം, നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി മനഃപൂർവ്വം കരുതിക്കൂട്ടി നമ്മളെ മുറിവേൽപ്പിക്കാനായിട്ട് വേദനിപ്പിക്കാനായിട്ട് ചെയ്തായിരിക്കാം. എന്നിരുന്നാലും ഈ ഭൂമിയിൽ നമ്മളെ ദൈവം ഇട്ടിരിക്കുമ്പോൾ, ഈ ഭൂമിയിലെ നമ്മുടെ നിയോഗങ്ങൾ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്ന് ദൈവകൃപയോട് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓർത്ത് നോക്കാം, ഏതെങ്കിലും തരത്തിലുള്ള നീരസങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയായിട്ട്, മുറിവായിട്ട്, വേദനയായിട്ട് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കല്ലെടുത്ത് വെച്ച ഭാരം കണക്കുള്ള അനുഭവങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഈ ബലിയിലെ ആ വ്യക്തികളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ക്ഷമിക്കുവാനായിട്ട്, നമുക്ക് ആരെങ്കിലോട് ക്ഷമിക്കുവാനായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ അരൂപി, പുത്രരിലൂടെ നിർഗളിച്ച ക്ഷമയുടെ അരൂപി ഈ വചന കൂടാരത്തിന് താഴെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിലേക്കും പ്രകടിക്കട്ടെ എന്ന വലിയ ആഗ്രഹത്തോടെ എല്ലാവരും ഹൃദയം തുറന്നു സ്തുതിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവജനത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പദ്ധതിയോട് ചേർന്ന് നിന്ന് ജീവിതത്തെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും എന്തെങ്കിലും അസ്വസ്ഥതകൾ, നീരസങ്ങൾ ഞങ്ങളുടെ തടസ്സങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കിടപ്പണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അങ്ങയുടെ കുരിശുകളിലേക്ക് സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരുണയുടെ രൂപി, യേശുവിലൂടെ നിർഗളിച്ച ക്ഷമയുടെ രൂപിയാൽ നിറയപ്പെടുവാനായിട്ട് ഒരിക്കൽ കൂടി ഈ ദൈവജനത്തെ പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 പത്രോസ് 1 എല്ലാവരും ഏറ്റു പറയണേ. 1 പത്രോസ് 1 18-19 പിതാക്കന്മാരിൽ നിന്ന് എനിക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ പോലുള്ള യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ടത്രേ. ഹെബ്രായർ 9:14 നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ എന്റെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയോ അധികമായി വിശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ എന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേവ്യർ 17:11 ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് പരിഹാരമായി കർത്താവ് നൽകിയിരിക്കുന്നു. രക്തത്തിൽ ജീവനുള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തമാണ് നമുക്ക് പാപപരിഹാരം ചെയ്തത്. യോഹന്നാൻ 15:3 ഞാൻ പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. സ്തുതിച്ചേ, ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ. Precious blood of Jesus sanctify us. Precious blood of Jesus sanctify us. യേശുവിന്റെ പരിശുദ്ധ രക്തം ഉച്ചമുള്ളങ്കാൽ വരെ ഓരോ മക്കളെയും കഴുകട്ടെ. യേശുവിന്റെ പരിശുദ്ധ രക്തം, Precious blood of Jesus sanctify us, purify us.
dia shiarala dia 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 ruha shiarala dia 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 ആഗ്രഹിച്ചു തുതിച്ചേ വിശുദ്ധീകരണത്തിനായി ആഗ്രഹിച്ചു തുതിച്ചേ ഹഷിയാറല dia യേശുവിന്റെ രക്തം അന്ധകരണങ്ങളെ ശുദ്ധീകരിക്കട്ടെ റാദ്യ 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 ഹാലറാദ്യ 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 വചനേറ്റ് പറഞ്ഞ് പുറപ്പാട് 34:6-7 പുറപ്പാട് 34:6-7 കർത്താവ് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവരുടെ മധ്യത്തിലൂടെ കടന്നുപോയി ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് പതിനായിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ നെഹമിയ 9:17 ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനുമാണ് അവിടുന്ന് നമ്മെ കൈവെടിയുകയില്ല നെഹമിയ 13:22 കർത്താവേ അങ്ങയുടെ അനശ്വരമായ സ്നേഹത്തിന്റെ അനശ്വരമായ സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. സ്തുതിച്ചേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗീയ കാരുണ്യം ഇറങ്ങട്ടെ, പിതാവിന്റെ സ്നേഹം ഇറങ്ങട്ടെ, പുത്രന്റെ കൃപ ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. റാദ്യ 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 ഹെവൻലി ലവ് upon us. സ്വർഗ്ഗത്തിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ. റോമാഞ്ചം നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഭരിക്കപ്പെട്ടിരിക്കുന്നു. ഓ ഹെവൻലി ലവ്, സ്വർഗ്ഗത്തിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ കർത്താവേ, സ്വർഗ്ഗത്തിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ. റാദ്യ 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 സ്വർഗത്തിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ. ലോക സ്നേഹങ്ങളിൽ നിന്ന്, മനുഷ്യ സ്നേഹങ്ങളിൽ നിന്ന് ഓരോ മക്കളും വിടുതൽ പ്രാപിക്കട്ടെ. പതിനേറ്റ് പറഞ്ഞേ 1 യോഹന്നാൻ 3:8. എല്ലാവരും പറയണേ 1 യോഹന്നാൻ 3:8. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു പ്രത്യക്ഷനായത്. കൊളോസോസ് 2:14-15 നമുക്ക് ദോഷമായി നിന്ന ലിഖിത നിയമങ്ങളെ യേശു ക്രിസ്തു മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു ക്രിസ്തു കാൽവരി കുരിശിൽ നിരായുധമാക്കി കുരിശിൽ നരകശക്തികളുടെ മേൽ യേശു ക്രിസ്തു വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ഗലാത്യ 3:13 യേശു ക്രിസ്തു എന്നെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. വചനങ്ങളുടെ യോഗ്യതയാൽ തലമുറകളിലൂടെ എന്നിലേക്ക്, എന്റെ പൂർവികരിലേക്ക്, മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക്, പങ്കാളിയിലേക്ക്, ബന്ധപ്പെട്ടവരിലേക്ക് കടന്നു വന്നിരിക്കുന്ന പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ഉത്തരിപ്പ് കടങ്ങൾ, നേർച്ചക്കടങ്ങൾ, കൂടാത്ര ദുർമന്ത്രവാദ ആഭിചാര ശക്തികളെ യേശുനാമത്തിൽ യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിൻ ചുവട്ടിലേക്ക് മിഖായേൽ മാലാഖയാർന്ന്
മാലാഖയോട് ചേർന്ന് നവവൃന്ദ മാലാഖമാരോട് മാലാഖമാർ ശാസിക്കുന്നു, ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ബന്ധിക്കുന്നു. സ്തുതിച്ചേ ഹാഷിയാറളരാധ്യ. ആഗ്രഹിച്ചു തുതിച്ചേ, വിടുതലിനായി ആഗ്രഹിച്ചു തുതിച്ചേ. ഹാല ഹാല റാല റാല റാല. ഓ റെഡീമർ, അവർ സേവിയർ ജീസസ്, save us. രക്ഷിക്കണമേ, രക്ഷിക്കണമേ, രക്ഷിക്കണമേ. റാധ്യ റാധ്യ, പാപശാപങ്ങൾ വിടുതൽ. ഹാല റാല ദിയ മരിയ ചന്ദരളരാധ്യ ദിയ 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 ദിയ. ഹാല റാല ദിയ മരിയ ചന്ദരളരാധ്യ റുഹല ദോമിനോ മാരിയാന ഹഷ്യാറളരാധ്യ ദിയ 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 ദിയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ലൂക്ക 25:49. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് അവരുടെ ഹൃദയങ്ങൾ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് അവരുടെ ഹൃദയങ്ങൾ തുറന്നു. ലിദിയായുടെ മനസ്സ് തുറന്ന കർത്താവേ, ശിക്ഷണങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന കർത്താവേ, വചനങ്ങളുടെ യോഗ്യതയാൽ ഈ മക്കളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ വചനത്തിനായി ഒരുക്കണമേ. പരിശുദ്ധമ്മയെ പ്രത്യേകമായും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഞങ്ങൾ പ്രത്യേകമായി ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നു. ജെറമിയ 1-4 മുതലുള്ള വചനങ്ങൾ കർത്താവ് ഇങ്ങനെ പറയുകയാണ്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു. അനന്തരം കർത്താവ് കരം നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ ഞാൻ നിന്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തറക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പിഴുതെറിയാനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണിത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ അറിയുന്ന ദൈവം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാനിങ്ങനെ പ്രീ ഡിഗ്രി സെൻറ് തോമസ്, ഡിഗ്രി കേരളവർമ്മ, PGDCA ജില്ലാ ടീമിലെ നീന്തൽ, വികലാംഗനാണെന്നുള്ളത് വേറെ കാര്യം, ഒരു ടയർ പഞ്ചറാണ്. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ കർത്താവിനെയൊക്കെ അറിയാതെ, ഈശോയെ അറിയാതെ ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ 7ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുമ്പോൾ അപ്പച്ചൻ മരിക്കുകയാണ്. അപ്പച്ചനെ കൊല്ലുകയാണ്. ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു കല്യാണത്തിന് പോയി അവിടെ വെച്ച് മദ്യം കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് അപ്പച്ചനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ് 7ാം ക്ലാസ്സിൽ വെച്ചുണ്ടായത്. അപ്പോൾ അതെനിക്കിങ്ങനെ ഭയങ്കര വേദനയും പ്രതികാരവുമായിട്ട് എൻ്റെ ഉള്ളിൽ മാറി. വേദനയും പ്രതികാരവുമായിട്ട് മാറി. അങ്ങനെ മുന്നോട്ട് നീങ്ങി പിന്നീട് ഞാനിങ്ങനെ ഇവരോട് പക വീട്ടാനുള്ള ഒരു പരിശ്രമമായി. അപ്പച്ചനെ കൊന്നവർ ഏപ്രിൽ 13 ഞാൻ കൊന്ന് കിണറ്റിലിടും. ഒരു കിണറ്റിലാണ് എന്നിട്ട് ഇറക്കി കിടത്തിയത്. കിണറ്റിലിടുന്ന പ്രതിജ്ഞ എടുത്തിട്ട് ഞാൻ നടക്കുകയായിരുന്നു.
അങ്ങനെ ഗ്യാങ്ങായി നാട്ടിൽ മുഴുവൻ തല്ലും ബഹളവുമായിട്ട് ഇങ്ങനെ ഞാൻ നടക്കുന്നൊരു സമയം. അങ്ങനെ എന്തുകൊണ്ടായാലും കർത്താവ് ഈ വിളിയുള്ളതിനാൽ അവരെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാനിങ്ങനെ വ്യാപരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് സ്വർണ്ണപ്പണിക്ക് പോവാണ്. ഒരു ദിവസം സ്വർണ്ണപ്പണിക്ക് പോയി ഞാനിങ്ങനെ മരത്താക്കര സ്വർണ്ണപ്പണി പണിതുകൊണ്ടിരിക്കുമ്പോൾ 1.5 കൊല്ലം അവിടെ ഇരുന്നു. അവസാനം കൂട്ടുകാരനിട്ട് 2 കൊടുത്ത് ഞാൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ എല്ലാ വഴികളും അടയുകയാണ്. അങ്ങനെ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഒരു ധ്യാനം കൂടറാ. പറഞ്ഞു, അമ്മേ പിന്നെ ധ്യാനം കൂടിയിട്ടല്ലേ നേരാവുന്നേ. അപ്പം ഞാനിങ്ങനെ ആർ എസ് എസിലും കൂടെയാണ്, RSSന്റെ ശാഖയിലും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. അതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന പിശാച് ഇങ്ങനെ കെട്ടിയിടും, പലയിടത്തും ഇങ്ങനെ കെട്ടിയിടും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഒരു നായർ വീട്ടിലാണ്, ഒരു 10-12 കൊല്ലം ഒരു നായർ വീട്ടിലാണ് നമ്മുടെ കുടിയും കിടപ്പൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ നായർ പെണ്ണ് നമ്മുടെ നല്ല നടപ്പ് കണ്ടിട്ട് ബൈബിൾ എടുത്ത് വന്നിട്ട് കത്തോലിക്കനോട് പറഞ്ഞു, ഷാൽച്ചേട്ടാ ഇതൊന്ന് വായിച്ച് നല്ല മനുഷ്യനായി സത്യദൈവത്തെ അറിഞ്ഞ് നടക്ക് എന്ന് പറഞ്ഞൊരു നായർ പെൺകുട്ടിയാണ് എനിക്ക് ആദ്യമായിട്ട് ബൈബിള് തരുന്നത്. ഹല്ലേലൂയ. കരങ്ങളെഴുതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ബൈബിൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഞാനിങ്ങനെ ഒരു ദിവസം അമ്പലത്തിൻ്റെ ആൽത്തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ എന്നെ അന്വേഷിച്ച് വരികയാണ്. ആദ്യമായിട്ടൊരു കൂട്ടുകാരൻ അന്വേഷിച്ച് വരികയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഷാലു അല്ലേ? അതെ. അപ്പോൾ എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ എൻ്റെ തച്ചോളി ഒതേനൻ കഥകളൊക്കെ ഒരു 1.5 മണിക്കൂർ കൂട്ടുകാരനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇപ്പോൾ പിശാചിൻ്റെ കൂടെയാണ്, നീ പൂർണ്ണമായും അന്ധകാരത്തിലാണ്, എത്രയും പെട്ടെന്ന് പോയൊരു ധ്യാനം കൂടാൻ എന്നോട് പറയുകയാണ്. അങ്ങനെ എല്ലായിടത്തുള്ള സമ്മർദ്ദമായി. അപ്പോൾ ഇങ്ങനെ ഡിവൈനിൽ ഗംഭീരമായ ധ്യാനം നടക്കുകയാണ്. 30,000-40,000 പേരൊക്കെയാണ് ഒരാഴ്ച ധ്യാനം കൂടുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ജിജ്ഞാസ, അവിടെ നിന്ന് കിടന്നില്ലാണ്ട് ജിജ്ഞാസ, ഇവിടെ എന്താ നടക്കണേന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ചേട്ടനും ചേട്ടത്തിയമ്മയും ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞ് ചേട്ടത്തിയമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ധ്യാനം കൂടാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീയും കൂടെ ഒന്ന് പൊക്കോടാന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ധ്യാനത്തിന് പോവാണ്. അവിടെ ചെന്ന് ധ്യാനം കൂടാൻ നോക്കിയപ്പോൾ എന്താ സംഭവം? ആകെ ഒച്ചയും ബഹളം അല്ലേ, ആകെ ഒച്ചയും ബഹളവും. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇതെന്താ ദൈവത്തിന് ചെവി കേൾക്കില്ല, ഇങ്ങനെ കടന്ന് അലറി കൂവി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോവാ, ഞാനിവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ബാഗ് എടുത്ത് പോയി. ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഗാർഡ് പറഞ്ഞു, ഒരു രക്ഷയില്ല മോനെ, അടുത്ത ശനിയാഴ്ച ഇനി ഗേറ്റ് തുറക്കും, അപ്പളേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ പിന്നെ ആളെ തെറിയൊക്കെ പറഞ്ഞ് വീണ്ടും വന്ന് ഏറ്റവും പുറകിൽ പോയിരിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇതാണ് പരിപാടി. അങ്ങനെ വ്യാഴാഴ്ചയ്ക്ക് ആയി, ഇങ്ങനെ ആരാധന നടക്കുന്ന സമയമാണ്. അപ്പം ഞാനവിടെ വെല്ലുവിളിയാണ്, ഓരോ സാക്ഷ്യം പറയുമ്പോഴും ഞാനവിടെ വെല്ലുവിളിയാണ് അടുത്തിരുന്നുകൊണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഇവർ 140 രൂപ മേടിച്ച് ഇവർ അപ്പത്തിൽ ദൈവമുണ്ടെന്നാണ് പറയുന്നത്. അപ്പത്തിൽ ദൈവമുണ്ടെന്ന് എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പത്തിൽ ദൈവമുണ്ടെന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇവർ കാശും മേടിച്ച് മനുഷ്യനെ കളിയാക്കുകയാണ്, അപ്പത്തിൽ ദൈവമോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ എല്ലാവരും സ്തുതിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ നായർ പെൺകുട്ടി തന്ന പുതിയ നിയമം ഞാനിങ്ങനെ തുറന്നു നോക്കുകയാണ്. മത്തായി 7:8, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇനി ഇതിലെങ്ങാനും ദൈവം ഉണ്ടായിരിക്കുമോ എന്നൊരു സംശയം ഇങ്ങനെ വരികയാണ്. പിന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ വരികയാണ്, ഈ ഇരിക്കുന്ന 20,000-30,000 ആൾ അവരെക്കാൾ അധികം ബുദ്ധിമാനാണോ നീ എന്നിങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരികയാണ്. അപ്പോൾ അച്ഛനോട് വിളിച്ചു പറയുന്നുണ്ട്, പനക്കലച്ഛൻ, നിന്റെ തലയെ സൃഷ്ടിച്ചവൻ തലയേക്കാൾ വലിയവനാണ്, നിന്റെ തലയെ സൃഷ്ടിച്ചവൻ തലയേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. കരങ്ങളെഴുതി പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ തലയെ സൃഷ്ടിച്ചവൻ തലയേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. ദൈവത്തെ ബുദ്ധിയിൽ അളക്കാൻ ഒരു മനുഷ്യന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പിന്നീട് അതൊക്കെ കഴിഞ്ഞു. വീണ്ടും വെള്ളിയാഴ്ചയായി ആരാധന വീണ്ടും ഇങ്ങനെ നടക്കുന്ന സമയമാണ്. എനിക്ക് വീണ്ടും സംശയമായി. എനിക്ക് ആരാധന കാണുമ്പോൾ എൻ്റെ പിശാച് ഇളകും. കാരണം എന്താണ്? ആരാധനയിൽ
ഈശോ സജീവനായി വസിക്കുന്നു എന്ന കാരണത്താൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വീണ്ടും സംശയിച്ചു. അങ്ങനെ ഞാൻ അടുത്തിരിക്കുന്ന ആളുടെ എല്ലാവരും സ്തുതിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന സഹോദരൻ്റെ സമ്പൂർണ്ണ ബൈബിള് ഞാനൊന്ന് തുറന്നു നോക്കുകയാണ്. സമ്പൂർണ്ണ ബൈബിളും തുറന്നു നോക്കിയതാണ്. വചനം കിട്ടുകയാണ്. യെശയ്യാ 1-ാം അധ്യായം 19-20 വചനങ്ങൾ. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിന്നെ ഞാൻ വാളിനിരയാക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിന്നെ ഞാൻ വാളിനിരയാക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അനുസരിക്കാൻ തയ്യാറായാൽ നീ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ തയ്യാറായാൽ നീ ഐശ്വര്യം ആസ്വദിക്കും. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരിക്കാൻ സന്നദ്ധനായാൽ നീ ഐശ്വര്യം അനുഭവിക്കും. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ പാലിക്കുവാൻ, അങ്ങയെ അനുസരിക്കുവാനുള്ള അഭിഷേകത്തിന്റെ കൃപ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവേ, അനുസരിക്കാനുള്ള കൃപ, അനുസരിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായ മക്കളിൽ നിറയട്ടെ. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിന്നെ ഞാൻ വാളിനിരയാക്കും. അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ നീ ഐശ്വര്യം അനുഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ വചനം വായിച്ച സമയം തന്നെ കരണ്ട് ഷോക്ക് അടിക്കുന്ന പോലെ ഞാനങ്ങോട്ട് അടിച്ച് ഒരു 2-3 പേരെ തട്ടിത്തെറിപ്പിച്ച് കസേരയൊക്കെ കൂടെ മറിഞ്ഞ് ഞാനങ്ങോട്ട് വീഴാണ്. അന്ന് അശോക് കസേരയാണ്, ഇരുമ്പിന്റെ അശോക് കസേരയാണ് ഡിവൈനിലൊക്കെ, നമുക്കറിയാം. ഹല്ലേലൂയ. ആ കസേരകളെല്ലാം കൂടി, ഇരുമ്പ് കസേരയൊക്കെ തട്ടി മറിഞ്ഞ് 2-3 പേര് ഞാനും കൂടെ വീണുപോയി. ഞാൻ തളർന്നുപോയി. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഹെബ്രായർ 4:12 വചനം പറയാണ്, കർത്താവിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നു. കർത്താവിന്റെ വചനം സജീവമാണ്. എന്താ അതിന്റെ അർത്ഥം? ജീവനോട് കൂടിയതാണ്. കർത്താവിന്റെ വചനം ജീവനാണ്. യോഹന്നാൻ 6:63 യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങുന്നവരെയൊക്കെ ഒന്ന് തട്ടിക്കോട്ടെ. അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് ഉറങ്ങുന്നവരെ തട്ടി ഉണർത്തിക്കോ. ഹല്ലേലൂയ. സഹോദരന്റെ കാവൽക്കാരാണ് നമ്മൾ. സഹോദരന്റെ കാവൽക്കാരായതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം സജീവമാണ്, ജീവനോട് കൂടിയതാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വചനം വിവേചിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ചിലർക്ക് സൗഖ്യം നൽകുന്നുണ്ട് കർത്താവ്. അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. വചനം ഏറ്റു പറഞ്ഞേ. ഹെബ്രായർ 4:12. എല്ലാവരും ഹെബ്രായർ 4:12. കർത്താവിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കും. വചനം എന്നിൽ അഭിഷേകമാകട്ടെ. സ്തുതിച്ചേ. അസ്ഥിസംബന്ധമായ രോഗങ്ങൾ യേശുനാമത്തിൽ സുഖപ്പെടട്ടെ. റാബല 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 റാബല
ഷിയാറാബല. കർത്താവെ, മുട്ടുവേദന, അസ്ഥിവേദനകൾ കർത്താവ് യേശുനാമത്തിൽ വചനയോഗ്യതയാൽ സുഖപ്പെടട്ടെ. റാദ്യ ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെയുള്ള രോഗങ്ങൾ യേശുനാമത്തിൽ ഹെബ്രായർ 4:12 വചനത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. ലാബ ഹാഷോ റാബോ ലാബോ റാബോ ലാബോ റാബോ ലാബോ റാബോ ലാബോ ഷാബ റാബ ലാബ റാബ ലാബ റാബ ലാബ റാബ ലാബ റാബ. കർത്താവിന്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ആത്മാവ് പ്ലസ് ജീവൻ സമം വചനം. ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വചനം സമം ആത്മാവ് പ്ലസ് ജീവൻ, വചനം, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് 1 മണിക്കൂറിലധികം കഴിഞ്ഞാണ് ഞാൻ നോർമൽ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. അപ്പം എന്നോട് അടുത്തിരുന്ന് ചേട്ടൻ ചോദിച്ചു, മോനെ എന്ത് പറ്റി? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ ബൈബിളിൽ നിന്നൊരു ബൈബിള് വചനം എടുത്ത് വായിച്ചതാണ്, കരണ്ട് ഷോക്ക് അടിക്കുന്ന പോലെ അടിച്ച് വീണുപോയതാണ്. പറഞ്ഞു, മോനെ എന്നെ നിനക്കായിട്ട് കൊണ്ടുവന്നതാണ്, ഈ ആഴ്ച ധ്യാനത്തിന് എന്നെ നിനക്കായി കൊണ്ടുവന്നതാണ്. ഞാൻ മോന് വേണ്ടി വന്നപ്പോൾ മുതൽ ഞാനിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈശോയെ, മകനെ തൊടണമേ. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾക്കറിയാമോ, നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അറിയാമോ, നമ്മളൊക്കെ നമ്മുടെ മേന്മയാണെന്ന് വിചാരിക്കും. നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ പലരുടെയും നിർബന്ധത്തിനൊക്കെ ആണെങ്കിലും അനേകരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഈ വചനവേദിയിൽ ഈശോയുടെ മുമ്പിൽ നമ്മളായിരിക്കുന്നത്. ഹാലേലുയ്യ. ഒന്ന് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. ഹാലേലുയ്യ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹാലേലുയ്യ, ഹാലേലുയ്യ. ഈശോയെ നന്ദി, സ്തുതി, ആരാധന. ദൈവമേ, ഞങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് ആനയിച്ച കാരുണ്യത്തിന് നന്ദി പറയുന്നു. ദൈവമേ, അവിടുത്തെ വചനത്തിന് മുമ്പിലേക്ക് ഞങ്ങളെ ആനയിച്ച കാരുണ്യത്തിന് നന്ദി പറയുന്നു. ദൈവമേ, നന്ദിയുള്ള ഹൃദയം നൽകണമേ. കൃതജ്ഞതാ ബലിയുടെ ജീവിതമായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പറഞ്ഞു, മോനെ വന്നപ്പോൾ മുതൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനയാണ്. അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു ധ്യാനം കൂടെ കൂടണം. അപ്പോൾ അദ്ദേഹം ഒരു 100ൻ്റെ 5 നോട്ട് എടുത്ത് തന്നിട്ട് 500 രൂപ തന്നു. പുതിയ 5 നോട്ട് എടുത്ത് തന്നിട്ട് പറയുന്നത്, മോനെ നിൻ്റെ ഒരു പ്രത്യേക വിളിയാണ്, അതുകൊണ്ട് മോൻ 2-3 ധ്യാനം കൂടി ഇവിടുന്ന് പോയാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന ആൾ പറയുകയാണ്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഞാൻ അടുത്ത ധ്യാനമൊക്കെ കൂടിയിട്ടേ ഞാൻ വരുന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ എന്താണ് ചെയ്തത്, 1, 2 എത്ര പേരുടെ ധ്യാനം കൂടിയിട്ട് നീ പോരെന്ന് പറയാണ്. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് വീണ്ടും ഡിവൈനിലെ ധ്യാനം കൂടുകയാണ്. പിന്നീടാണ് ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. ക്ലാസ്സുകൾ ശ്രദ്ധിക്കുമ്പോഴാണ് പാപത്തെക്കുറിച്ചും ദൈവത്തെ സ്തുതിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും എല്ലാം ബോധ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നോക്കിയപ്പോൾ ആരാ ക്ലാസ് എടുക്കുന്നത്? സുഭദ്ര ചാക്യാർ, അരവിന്ദാക്ഷമേനോൻ, സുലൈമാൻ, സീനത്ത്, ശിവദാസ്. ഹല്ലേലൂയ. ആരാണ് ക്ലാസ് എടുക്കുന്നത്? ക്രിസ്ത്യാനിക്ക് വിജാതീയരായ പ്രിയപ്പെട്ട മക്കളാണ് കർത്താവിന് ക്ലാസ്, നമ്മുടെ കത്തോലിക്ക മക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ഹല്ലേലൂയ. റോമ 10:20, 19:20 ഒക്കെ പറയുന്നുണ്ട്. എന്താണ്? ബുദ്ധിയില്ലാത്തൊരു ജനതയെ കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും. ബുദ്ധിയില്ലാത്തൊരു ജനതയെ കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ധ്യാനം കൂടി പാപത്തിൻ്റെ ക്ലാസ് വന്ന് അതിന് പാപത്തെക്കുറിച്ച് യഥാർത്ഥമായൊരു അനുതാപം ഉണ്ടായി. കുമ്പസാരക്കൂട്ടിൽ പോയി ഞാൻ മുട്ടുകുത്തുകയാണ്. കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുമ്പോൾ ഞാനിങ്ങനെ ഒരു 10-25 ഉള്ള ഒരു ഇഞ്ചുള്ള ഒരു TV സ്ക്രീൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്. എന്നിട്ട് ചെറുപ്പം മുതലുള്ള എൻ്റെ പാപങ്ങളിങ്ങനെ ഓരോന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പാപം കാണും, അത് അച്ഛനോട് ഏറ്റുപറയും. അടുത്ത പാപം കാണും, ഏറ്റുപറയും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ആദ്യത്തെ കുമ്പസാരം 1.25 മണിക്കൂർ കുമ്പസാരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരത്താൽ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ടൺ കണക്കിനുള്ള ഭാരം ഇറങ്ങിപ്പോയി. ഞാനൊരു കുമ്പസാരക്കൂട്ടിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു പഞ്ഞി പോലെയാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് കുമ്പസാരം എന്ന് പറയുന്നത്.
ഹല്ലേലൂയ. ഞാനിങ്ങനെ കരഞ്ഞോണ്ട് കാണുന്ന പാപങ്ങൾ ഇങ്ങനെ ഏറ്റുപറയുക. എൻ്റെ പ്രിയ സഹോദരൻ, അനുതാപമില്ലാത്ത കുമ്പസാരം പാപമോചനം പോലും കിട്ടുന്നില്ല. അനുതാപത്തോടെ എന്നോട് എപ്പോഴും ഈശോ പറയും, നിന്റെ കണ്ണുനീരെനിക്ക് കുമ്പസാരക്കൂട്ടിൽ കാണണം, നിന്റെ കണ്ണുനീരെനിക്ക് കുമ്പസാരക്കൂട്ടിൽ കാണണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതാണ് കണ്ണുനീരോടെയുള്ള കുമ്പസാരം. ദൈവത്തിന് ഇടപെടണമെങ്കിൽ, ദൈവത്തിന് നിന്റെ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ യഥാർത്ഥമായ പാപത്തിന് തത്തുല്യമായ അനുതാപവും കണ്ണുനീരും പ്രായശ്ചിത്തം പരിഹാരം നിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിന് തത്തുല്യമായ അനുതാപം, കണ്ണുനീര്. 1 കിൻഡൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു അനുതാപം, കണ്ണുനീര് നമ്മളിൽ വരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് അതിനായി നിരന്തരം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ധ്യാന ഹാളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ധ്യാനഹാളിലേക്ക് പോകുമ്പോൾ ശക്തമായ സ്തുതിപ്പ് നടക്കുകയാണ്. ഞാൻ ഒന്നും നോക്കാതെ ശക്തമായി വിട്ടുകൊടുത്ത് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുറന്ന കണ്ണോടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഓലക്ഷട്ടല്ല കാണുന്നത്. ഞാൻ സ്വർഗത്തിൻ്റെ നീലാകാശം, ഇങ്ങനെ അനന്തതയിലേക്ക് നീലാകാശം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തതയിൽ നീലാകാശം കാണുകയാണ്. അവിടെ നിന്നൊരു ത്രികോണാകൃതിയിൽ ഒരു റോസ് ലൈറ്റ് എന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി വന്ന് അതെന്നെ പൂർണ്ണമായും ആവരണം ചെയ്തു. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനേറ്റ് പറഞ്ഞ ലൂക്ക 1:35. എല്ലാവരും ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. സ്തുതിച്ചേ ഹല്ലേലൂയ. ഹാഷിയാറളരദിയ റൂഹല, ഹാഷിയാറളരദിയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കർത്താവിന്റെ പ്രവർത്തികൾ വചനങ്ങൾ വഴി മക്കളിൽ നിറവേറട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പിന്നീട് ഞാൻ ഏതോ ലോകത്തിലെന്നതുപോലെയായി. ഭാഷ സ്തുതിക്കുന്ന ഭാഷയൊക്കെ മാറി വേറെ ഭാഷകളിലേക്ക് കടന്നുപോയി. അങ്ങനെ ജെയിംസ് ചമ്പക്കുളം ബ്രദർ അടുത്ത ടോക്കിന് വേണ്ടി സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്തോരം പേര് ഇതുപോലെ അഭിഷേകം ലഭിച്ച് ഭാഷാവരത്തിൽ 100 കണക്കിന് മക്കളിങ്ങനെ ദൈവാനുഭവം കിട്ടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ധ്യാനം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നൊരു ബൈബിളും കുരിശും എല്ലാം വാങ്ങി ഞാൻ പുറത്തേക്ക് വരികയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത്, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിലേക്കാണ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ നിമിഷം മുതൽ എൻ്റെ അപ്പച്ചനെ കൊന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാണ്. റോമ 5:5 നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. പ്രിയ സഹോദരങ്ങളെ, അറിയാമോ, അച്ഛനെന്നിവിടെ കുർബാനയിൽ പറഞ്ഞില്ലേ, ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ നമുക്ക് മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മാമോദീസയിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? നിനക്ക് ഈ ചെറുപ്പത്തിലെ നിനക്ക് മാമോദീസ നൽകിയത് എന്തിനു വേണ്ടിയാണ്? നീ എല്ലാവരോടും ക്ഷമിക്കാൻ. നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനി മാമോദീസ നിമിഷം മുതൽ സകലരോടും ക്ഷമിക്കാൻ കടപ്പെട്ടവനാണ്. അല്ലെങ്കിൽ നമ്മൾ മതം മാറിപ്പോണം. ക്ഷമിക്കാത്ത ക്രിസ്ത്യാനി മതം മാറിപ്പോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതിച്ചേ ഹല്ലേലൂയ ഹാഷ്യ റൂഹാല ദോമിനോ. നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. സ്തുതിച്ചേ ഹാഷ്യാരാധ്യ. ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ അഭിഷേകം, മാമോദീസയുടെ പൂർണ്ണത ക്ഷമിക്കുന്ന സ്നേഹമായി ഈ മക്കളിൽ നിറയട്ടെ. ഷാബറോ 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 ലാബ ഷാബറോ ലാബ റാബ ലാബ റാബ ലാബ റാബ ലാബ റാബ ലാബ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ക്ഷമിക്കുന്ന സ്നേഹം വരണമെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കണം. പരിശുദ്ധാത്മാവ് മുഖേന മാത്രമേ നമുക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനങ്ങനെ വീട്ടിലേക്ക് വന്ന് ഞാൻ പിന്നീട് പള്ളിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങുകയാണ്. കാലത്ത് കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ രാത്രിയായിട്ടാണ് പള്ളിയിൽ നിന്ന് വരിക. ഒന്നും കഴിക്കുന്ന പരിപാടിയില്ല. വചനം അല്ലേ? എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ അതരത്തിൽ പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വചനം, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണെന്ന് യോഹന്നാൻ 6:55 പറയുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, അവിടെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ചീട്ടുകളി, പള്ളിയുടെ കോമ്പൗണ്ടിലും പോർട്ടിക്കോയിലുമൊക്കെ 4-5 ടീമുകൾ ഇരുന്ന് ചീട്ടുകളിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവ് ഇതെന്താ അത്? ആകെ ബഹളം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇതെന്താ? പ്രാർത്ഥനാ കേന്ദ്രം കള്ളന്മാരുടെ ഗുഹ എന്ന് കർത്താവ് പറഞ്ഞ പോലെ ഇതെന്താണിത്? ചീട്ടുകളി കേന്ദ്രമോ? പള്ളിയുടെ മുറ്റം. ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് അനുവദിക്കാൻ പറ്റില്ല. ഈ ചീട്ടുകളിയുടെ കൂട്ടായ്മയെ യേശുനാമത്തിൽ ചിതറിച്ച് പ്രാർത്ഥിക്കുന്നു പറയാണ്. പ്രിയ സഹോദരങ്ങളെ, അന്ന് തന്നെ അവർ തമ്മിൽ കളിയിൽ എന്തോ പ്രശ്നം ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി. ആ ദിവസം തന്നെ പള്ളിയിൽ ചീട്ടുകളി അച്ഛൻ നിർത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇടവകയിൽ കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ദേശത്തിൻ്റെ ദൈവജനത്തിൻ്റെ കണ്ണുനീരിൻ്റെ പ്രത്യുത്തരമാണ് ഒരു പ്രവാചകന്റെ ജനനം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ദേശത്തിൻ്റെ കണ്ണുനീരിൻ്റെ, ആത്മാക്കളുടെ നിലവിളിയുടെ പ്രത്യുത്തരമാണ് ഒരു മോശ എന്ന പ്രവാചകൻ രംഗത്തേക്ക് വന്നത്. ഓരോ പ്രവാചകന്മാരും ദേശത്ത് വരുന്നത് ആത്മാക്കളുടെ കണ്ണുനീരിന് പ്രത്യുത്തരമാണ്, ആത്മാക്കളുടെ രോദനത്തിൻ്റെ പ്രത്യുത്തരമാണ്. ഇസ്രായേൽ ജനത ഫറവോയുടെ കീഴിൽ അടിമത്തം അനുഭവിച്ച കണ്ണുനീരിൻ്റെ പീഡനങ്ങളുടെ, കൊടിയ പീഡനങ്ങളുടെ മധ്യേ ദൈവത്തെ വിളിച്ച് കരഞ്ഞപ്പോൾ ആ നിലവിളിക്ക് പ്രത്യുത്തരമായിരുന്നു ആര്? മോശ. ഹല്ലേലൂയ. പ്രിയമക്കളെ, മറന്നു പോകരുത്. നിങ്ങളുടെ ദേശത്തിനൊരു പ്രവാചകനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടവകയ്ക്കൊരു പ്രവാചകനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് അവനെയാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും കർത്തൃകാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരെ നിങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കണമെന്ന് വചനം പറയാണ്. ഇന്ന് ഏറ്റവും അധികം കണ്ണുനീരും കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്, ഓരോ ഇടങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത് ഈ ശുശ്രൂഷകർ തന്നെയാണ്, ആത്മായ ശുശ്രൂഷകർ പ്രത്യേകിച്ചും. ഹല്ലേലൂയ. നമ്മളൊക്കെ അതിൻ്റെ തിക്തത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, കുറച്ചാളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുത്തമ്പള്ളിയിലേക്ക് വരാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സൈക്കിളിൽ ഇങ്ങനെ വരികയാണ്. 2 വഴി, ഒരു വഴി റോട്ടിലേക്ക് തിരിയും, ഒരു വഴി എൻ്റെ അപ്പച്ചനെ കൊന്നവരുടെ വീട്ടിലേക്ക് തിരിയും. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സൈക്കിൾ അറിയാതെ ഇങ്ങനെ പോവുകയാണ്. അത് പോയി അപ്പച്ചനെ കൊന്നവരുടെ വീടിൻ്റെ മുമ്പിൽ സൈക്കിൾ നിൽക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഇങ്ങനെ വണ്ടി പെട്ടെന്ന് അവിടെ പോയി നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇൻറ്റ്യൂഷൻ, സുബോധം പോലെ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എന്താണിത്? ഹല്ലേലൂയ. ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത്ര പേര് ഉറങ്ങുണ്ടായിരുന്നോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വണ്ടി ഇങ്ങനെ എൻ്റെ അപ്പച്ചൻ്റെ വീടിൻ്റെ അവിടെ, കൊന്നവരുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എന്താണ്? അപ്പം നീ എൻ്റെ സ്നേഹം അറിഞ്ഞില്ലേ? ഈ എൻ്റെ സ്നേഹം നീ അവരോട് പറഞ്ഞോളാൻ പറയാണ്. ഞാൻ സൈക്കിൾ സ്റ്റാൻഡിൽ നിർത്തി അവരുടെ വീട്ടിലേക്ക് 12 കൊല്ലങ്ങൾക്ക് ശേഷം, ഒരു വ്യാഴവട്ടത്തിന് ശേഷം എൻ്റെ അപ്പനെ കൊന്നവരുടെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ്. അവരൊക്കെ ചാടി എഴുന്നേക്കാണ്. അവരൊക്കെ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ സ്ട്രക്കായി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളിരിക്കേ. അപ്പോൾ അവർ സ്ലോ മോഷനിൽ ഇരുന്നു. ചേച്ചി പോയി ചായ വെച്ചിട്ടോ, എനിക്ക് 2 ഗ്ലാസ് കട്ടൻ ചായ വേണം. 2 ഗ്ലാസ് കട്ടൻ ചായ.
അപ്പനെ കൊന്നവൻ്റെ ഭാര്യയോട് പറയാണ് 2 ഗ്ലാസ് കട്ടൻ ചായ. ചേച്ചി പോയി വെട്ടിട്ട് വരൂ. ചേച്ചി കട്ടൻ ചായ ഇടാൻ വേണ്ടി ചേച്ചി വീട്ടിലേക്ക് പോയി, അകത്തേക്ക് കയറിപ്പോയി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. 12 കൊല്ലമായി കേസ് കളിച്ച് ഹൈക്കോടതിയിൽ കേസ് പോയി. അങ്ങനെ പിന്നെ അത് അമ്മച്ചി, ഞങ്ങൾ അമ്മയും 5 മക്കളുമാണ്. ഞങ്ങൾ മാത്രം വയനാട്ടിൽ നിന്ന് വിറ്റ് ഇങ്ങോട്ട് വന്നതാണ് തൃശ്ശൂർക്ക്. ഞങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി അവിടെ. അപ്പോൾ കേസ് ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ ആരുമില്ല, എനിക്ക് 5 മക്കളാണ്. അങ്ങനെ കേസ് അങ്ങനെ തള്ളിപ്പോവുകയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. തെറ്റ് പറ്റുന്നത് മാനുഷികമാണ്, ക്ഷമിക്കാൻ പറ്റുന്നത് മാത്രം ദൈവികമാണ്. ക്ഷമിക്കാൻ പറ്റുന്നത് ദൈവികമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അതിനാൽ നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോൾ ഒരു അമ്മച്ചി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മോനെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലടാ. കല്യാണ വീട്ടിൽ 2 ദിവസം തലേദിവസം നടന്ന് 100 കണക്കിന് പേരുള്ള കല്യാണ വീട്ടിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ അമ്മച്ചിനോട് ചോദിച്ചു, അമ്മച്ചി ഇത് രാത്രിയാണോ പകലാണോ? അപ്പോൾ അമ്മച്ചി പെട്ടെന്ന് ഇങ്ങനെ സ്ട്രക്കായി, ചോദ്യം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അമ്മച്ചിനോടാണ് ചോദിച്ചത്, രാത്രിയാണോ പകലാണോ? പകൽ. അമ്മച്ചി ഇത് രാത്രിയാണെന്ന് പറഞ്ഞാൽ പകലാകുമോ? അമ്മച്ചി മനുഷ്യൻ്റെ കണ്ണ് കെട്ടാം, ദൈവത്തിൻ്റെ കണ്ണ് കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അമ്മച്ചി അതുപോലെ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, അപ്പനെ കൊന്നവൻ്റെ മോനെയാണ് ദൈവസ്നേഹം പറയാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ വാദിക്കാൻ വന്നതല്ല, നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. കർത്താവിൻ്റെ സ്നേഹം നിങ്ങളോട് പറയാൻ വന്നതാണ്. അങ്ങനെ ചേച്ചി ചായയായിട്ട് വരികയാണ്. മറ്റേ ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ രോമമൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട് പറയും, മോനെ നോക്കടാ എന്നിട്ട് കോൾമയർ കൊള്ളാന്ന് പറയില്ലേ. ചേച്ചിയുടെ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. ചേച്ചിക്ക് ആ സമയത്തൊരു ആത്മാവിൻ്റെ അഭിഷേകം കർത്താവ് കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ചായ മേടിച്ചു കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനങ്ങനെ ആ ധ്യാനം കൂടി കുറച്ച് നാളുകൾക്കുള്ളിൽ ഞാൻ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ ആന്ധ്രാപ്രദേശിലേക്ക് കർത്താവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. ഞാനിവിടെ മരത്താക്കര സ്വർണ്ണക്കടയൊക്കെ തുടങ്ങിയതാണ്. അതൊക്കെ പൂട്ടി ഇട്ടിട്ടാണ് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആന്ധ്രാപ്രദേശിലേക്ക് 1997 പോവുകയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ എനിക്കറിയാം, കർത്താവിനറിയാം, എൻ്റെ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ പാതകൾ സ്നേഹത്തിൽ രൂപാന്തരപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് സ്നേഹമാകുന്ന ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയാ. വിദ്വേഷം വെറുപ്പും വെച്ച് നമ്മൾ എന്ത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്താലും വെറുതെ രാഷ്ട്രീയക്കാരുടെ പ്രസംഗവും പ്രവൃത്തിയും പോലെയാകും നമ്മുടെ ശുശ്രൂഷകൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ വിശ്വാസം, സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ വിശ്വാസം. ആ പ്രവർത്തനത്തിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുന്നത്. അനുഷ്ഠാനത്തിൻ്റെ വാക്കുകൾക്കാണ് പ്രേരക ശക്തി, അനുഷ്ഠിക്കുന്നവൻ്റെ വാക്കുകൾക്കാണ് പ്രേരക ശക്തി. ഹല്ലേലൂയാ. അനുഷ്ഠിക്കുന്നവൻ്റെ വാക്കുകൾക്കാണ് പ്രേരക ശക്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഞാൻ ആന്ധ്രാപ്രദേശിൽ ചെല്ലുന്നു. എൻ്റെ പ്രിയമക്കളെ, ഭാഷ അറിയില്ല. ഞാനിങ്ങനെ ഒരു ടയർ കമ്പനിയിൽ അവിടെ ജീസസ് യൂത്തിൻ്റെ ഒരു ജാക്സൺ ചേട്ടൻ, അനിൽ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ ചേട്ടന്മാരുണ്ടായിരുന്നു. അവരുടെ ഒരു ത്രെഡ് റീസോളിങ് ടയർ കടയിൽ ഞാനവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ടയറുകൾ വരും. ഹല്ലേലൂയാ. ഉറക്കം വരുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഹല്ലേലൂയാ എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ടയറുകൾ ആൾക്കാർ കൊണ്ടുവരും. അപ്പം ഇവർ കയറി വരുമ്പോൾ തന്നെ ഞാൻ പറയും ഹല്ലേലൂയാ. അവിടെ വരുന്ന ആൾക്കാരോടൊക്കെ എന്ത് പറയും? ഹല്ലേലൂയാ. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഖമ്മം ജില്ലയിൽ ട്രങ്ക് റോട്ടിൽ എനിക്ക് പുതിയൊരു പേര് കിട്ടി. എന്ത്? ഹല്ലേലൂയാ. എന്നെ കാണുമ്പോൾ ആൾക്കാർ പറയും ഹല്ലേലൂയാ വസ്തുനാരണ്ടി, ഹല്ലേലൂയാ വരുന്നുണ്ട്. ഹല്ലേലൂയാ. എന്നെ കാണുമ്പോൾ ആൾക്കാർ പറയാണ് ഹല്ലേലൂയാ വസ്തുനാരണ്ടി, ഹല്ലേലൂയാ വരുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ആൾക്കാർ പറയാണ്. അങ്ങനെ ഞാൻ ആൾക്കാരോടൊക്കെ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ തട്ടിമുട്ടി ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാനിവിടുന്ന് കോട്ടയിൽ നിന്ന് തെലുങ്ക് വചനോത്സവം വരും. അപ്പം ഞാനതിങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ സപ്ലൈ ചെയ്ത് ഇങ്ങനെ നടക്കും എൻ്റെ ശുശ്രൂഷ ഡ്യൂട്ടി കഴിയുമ്പോൾ.
അങ്ങനെ ഞാനിപ്പോഴും ഓർക്കാണ്, ഒരു വചനോത്സവം ഇങ്ങനെ വണ്ടിയിൽ വെക്കാനുള്ള പ്രേരണ കിട്ടാണ്. അത് കൊടുക്കണ്ടെന്നുള്ളിൽ എന്നിങ്ങനെ പൊട്ടാന്ന് വിളിക്കുക, പൊട്ടാതെ വിളിക്കും, പൊട്ട ഒരെണ്ണം കയ്യിൽ വെക്കാൻ പറയും. അങ്ങനെ സ്നേഹത്തോടെ വിളിക്കണാണ് കേട്ടോ കർത്താവ്. ഹല്ലേലൂയ. നാട്ടുകാർ വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞേ, കർത്താവ് വിളിക്കുന്ന കാര്യമാണ് പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വചനോത്സവം വെക്കാൻ പറയാണ്. അങ്ങനെ ഞാനത് വെച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫോട്ടോക്കാരൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ റൂമിലൊരു ഈശോയുടെ ഫോട്ടോ ഒന്നുമില്ല, അത് കിട്ടാൻ പാടാ. അപ്പോൾ ഒരു ഫോട്ടോ വയ്ക്കുന്ന ആളിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒക്കെ ഇങ്ങനെ കൊമ്പും വാലും വെച്ച സാധനങ്ങളാണ് ദൈവങ്ങളായിട്ട് കാണുന്നത്. ഫോട്ടോയിൽ മുഴുവൻ അങ്ങനത്തെ ഫോട്ടോസാണ്. അപ്പം ഞാൻ ചോദിച്ചു, യേശു പ്രഭുവിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞാൽ ഒരെണ്ണം മാത്രം കിട്ടുകയാണ്. ഈശോയുടെ വലിയ ഫോട്ടോ, അതിന് ചുറ്റും ഈശോയുടെ ജനനം മുതൽ മരണം വരെയുള്ള ഇങ്ങനെ ചുറ്റും അടയാളപ്പെടുത്തി ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഓരോ വട്ടം വട്ടമായിട്ട്. അതെനിക്ക് കിട്ടി. ഞാനിങ്ങനെ ചുരുട്ടി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ വേഗം വന്നിട്ട് കുറേ കൊമ്പും വാലുമുള്ള കുറേ സാധനങ്ങളുടെ 5-8 ഫോട്ടോസ് മേടിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, അവനോട് പറ, ഈ ഫോട്ടോ അവന് കൊടുക്ക്. ഞാൻ അദ്ദേഹത്തോട് ഹിസ്റ്റോറിക്കലായിട്ടും വചനം നിനക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമുണ്ട്, ആ ദൈവം ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആ മടക്കി പിടിച്ച ആ കലണ്ടർ ഇങ്ങനെ നിവർത്തി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആൾ കണ്ണുനീരോടെ, ജീവിക്കുന്ന ദൈവം ഇതാണോ എന്നാൾ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ജീവിക്കുന്ന ദൈവം യേശുക്രിസ്തു ആണെന്ന് ആളോട് പറയാണ്. ആൾ ആ ഫോട്ടോസ് 5 മടക്കി കൊടുത്ത് എന്നോട് ചോദിച്ചു, ഈ ഫോട്ടോ എനിക്ക് തരുമോ? ഞാൻ ആ ഫോട്ടോ കൊടുത്ത് ആൾ ആ ഫോട്ടോ കൊണ്ട് പോവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുപോലെ ഇങ്ങനെ ശുശ്രൂഷ ബസ് സ്റ്റാൻഡിലും ട്രെയിനിലും എനിക്ക് യാത്രയുണ്ട്. ഈ ത്രെഡ് റബ്ബർ വരും. അത് ഗുണ്ടൂർ ഇറങ്ങിയില്ലെങ്കിൽ അത് ഹൈദരാബാദ് പോയിട്ടാണ് ഇറങ്ങുക. എനിക്ക് മിരിയാലക്കുടയൊക്കെയാണ് എൻ്റെ സെൻറ്റർ, മിരിയാലക്കുട. അങ്ങനെ 6 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈശോയെക്കുറിച്ച് തന്നെ ട്രെയിനിൽ ഇങ്ങനെ പറയും. അപ്പോൾ ഞാനൊരു സംഭവം ഓർക്കാണ്. ഒരു 2 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ അക്കടെ നാക്കു നീക്കു എന്നൊക്കെ തെലുങ്ക് ഭാഷ ഇതിൻ്റെയൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞു, അമ്മയുടെ വചനമാകുന്ന വിത്ത് വിതയ്ക്കേണ്ട ഹൃദയങ്ങളെ അമ്മ ഒരുക്കണമേ എന്ന് പറയാണ്. അമ്മയുടെ പുത്രനാകുന്ന വചനമാകുന്ന പുത്രൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള ഹൃദയങ്ങളെ അമ്മ ഒരുക്കണമേ. 3 മണിക്ക് ഇങ്ങനെ എണീപ്പിക്കും. 3 മണിക്ക് ഇങ്ങനെ തൊടയിൽ തട്ടി ഇങ്ങനെ എണീപ്പിക്കും. നോക്കുമ്പോൾ കൃത്യ സെക്കൻഡ് സൂചി പോലും 12-ലായിരിക്കും. അത്ര കൃത്യതയാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ. ഹല്ലേലൂയാ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഞാനങ്ങനെ അവിടെ ഇരിക്കുന്നു. ഞാനിങ്ങനെ യാത്ര ചെയ്യാണ്. ഇവിടെ കോതാടുന്ന സ്ഥലത്ത് നിന്ന് ഞാനിങ്ങനെ വിജയവാഡയ്ക്ക് ഞാനിങ്ങനെ വരികയാണ്. അപ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു, കാലത്ത് പറഞ്ഞു, വചനോത്സവം എടുക്കുക, ബൈബിൾ എടുക്കുക, കൊന്ത എടുക്കുക, ഈശോയുടെ ജീസസ് അവർ സേവർ എന്നുള്ളൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ പ്രേരണ കിട്ടി. ഞാനതൊക്കെ ഇങ്ങനെ കെട്ടിപ്പെറുക്കി സൂട്ട് കേസിലേക്ക് ആക്കി ഞാനിങ്ങനെ വിജയവാഡയ്ക്ക് പോവാണ്. 10-15 കൊന്തയിൽ വിജയവാഡ എത്തി. സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ തിരികെ ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ കുറേ നേരം നിന്നു, ബസ് കാണുന്നില്ല. അപ്പോൾ ഒരു അപ്പാപ്പൻ എൻ്റെ നേരെ ഇങ്ങനെ വന്നിട്ട് കൈ നീട്ടി. അപ്പം ഞാനിങ്ങനെ കുരിശ് കുത്തിയിട്ടുണ്ട്, കുരിശ് ഇവിടെ കുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, തെരിയുമാ തെരിയുമാ എന്നൊക്കെ ചോദിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്കൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഈശോനെ കുറിച്ച് പറയാണ്. 2 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആള് പറഞ്ഞു, തെരിയില്ല എന്ന് പറഞ്ഞു, അറിയില്ല എന്ന് പറയാണ് ആള്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിക്കുന്ന ദൈവം. അപ്പച്ചൻ്റെ ഭാര്യയും മക്കളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് മരിച്ചു പോകും. അപ്പോഴും അപ്പച്ചനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കേരളത്തിൽ നിന്ന് ആന്ധ്രയിലേക്ക് എന്നെ കൊണ്ടുവന്നുകൊണ്ട് ഈ സ്നേഹത്തെക്കുറിച്ച് ഇത് അപ്പച്ചനോട് പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഇത് പറഞ്ഞു കഴിയല്ല, ഇയാൾ പൊട്ടിക്കരയാണ്. ഇയാൾ കരഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് സ്ട്രക്കായി പോയി. ഇതെന്താ കരച്ചില്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവിടെയുള്ള കച്ചവടക്കാരും അവരുടെ കൂട്ടുകാരൊക്കെ കൂടി, ഒരു 10-20 പേര്, പിന്നെ ആൾക്കാരെല്ലാം കൂടി. ഞാൻ അവിടെ നിന്ന് വചനപ്രഘോഷം തുടങ്ങി. വിജയവാഡ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.25 മണിക്കൂർ എനിക്കറിയാത്ത ഭാഷയിൽ വചനപ്രഘോഷണം. 1.25 മണിക്കൂർ വചനപ്രഘോഷം കഴിയുമ്പോൾ ജനം കരയുകയാണ്. ഈ സത്യമൊന്നും ഞങ്ങളോട് ആരും പറഞ്ഞു തരുന്നില്ലല്ലോ മോനെ എന്ന് ചോദിച്ചാണ് ഈ മക്കൾ കരയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഈ കുരിശ് എനിക്ക് വേണം. കുരിശെടുത്ത് കൊടുത്തു. ഇംഗ്ലീഷ് പോക്കറ്റ് ബൈബിൾ ഉണ്ടായിരുന്നു, അത് വേണമെന്ന് പറഞ്ഞു. അത് അപ്പച്ചന് കൊടുത്തു. എൻ്റെ പ്രിയ സഹോദരൻ, നിങ്ങൾക്കറിയാമോ, ഹിന്ദി അവരുടെ ഭാഷ, അങ്ങനെ 3 ഭാഷ അറിയാത്ത നമ്മുടെ കേരളക്കാർക്ക് മാത്രമേ ഇത് അറിയാത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും 3 ഭാഷയെങ്കിലും അറിയാത്ത ആൾക്കാരില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
അപ്പോൾ ആള് ബൈബിൾ മേടിച്ചു. അപ്പോൾ ആൾക്കാരും പറഞ്ഞു മനക്കും കാവാലണ്ടി, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. അങ്ങനെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ സൂട്ട് കേസ് തുറന്ന് അവിടെയുള്ള കശുവണ്ടി വിൽപ്പനക്കാരും പത്രവിൽപ്പനക്കാരും എല്ലാമാണ് എൻ്റെ ഈ വചനോത്സവം എടുത്ത് ഈ 150 പേർക്ക് സപ്ലൈ ചെയ്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനെയാണ് കർത്താവിൻ്റെ പ്രവർത്തികൾ. ഇങ്ങനെയാണ് നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ബാക്കി കാര്യം കപ്പലണ്ടി കച്ചവടക്കാരെ കൊണ്ട് വചനോത്സവം കൊടുക്കുക തെലുങ്ക് നാട്ടിൽ. ഹല്ലേലൂയാ. ഞങ്ങൾ ഇവിടുന്ന് പിന്നീട് അവിടെയുള്ള സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇവിടുന്ന് സുഭദ്ര ചാക്യാർ അതുപോലെയുള്ള തെലുങ്ക് വചനപ്രഘോഷനൊക്കെ കൊണ്ടുപോയി ആന്ധ്രയിൽ ഒത്തിരിയേറെ ധ്യാനങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. അങ്ങനെ ഞാനൊരു അവസാനത്തെ സംഭവം ഇങ്ങനെ ഓർക്കാണ്. ഞാനവിടെ 2000-ലാണ് ഞാൻ ആന്ധ്രയിൽ നിന്ന് തിരിച്ചു വരുന്നത്. ആന്ധ്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ കൂടെ വന്നവരൊക്കെ അങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അവരൊക്കെ മടങ്ങിപ്പോയി. പ്രേമിക്കലും അകത്തേക്ക് തിരക്കും വേളൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ അന്നും ഇന്റർസെഷൻ മിനിസ്ട്രി എനിക്കാണ്, മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ മാതാവിനോട് പറയും, അവനെ കയറ്റിവിടും മാതാവേ, ഇവനെ കയറ്റിവിടും മാതാവേ. വചനപ്രഘോഷത്തിന് കൊണ്ട് കർത്താവിനെ പങ്കുവയ്ക്കാൻ വന്നിട്ട് തോന്നിയാസം കാണിക്കേ, കയറ്റിവിട്. ഓരോന്നിനെ കർത്താവ് കയറ്റിവിട്ട് ഞാൻ മാത്രമായി. ഹല്ലേലൂയ. 12 പേര് പോയിട്ട് ഞാൻ മാത്രമായി. അങ്ങനെ ഞാനിങ്ങനെ പിന്നീട് ഇങ്ങനെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ വചനം പ്രഘോഷിക്കാനൊക്കെ ഒരു വിഷമം. അങ്ങനെ ഞാനൊരു ദിവസം നല്ല ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ നല്ല തിരക്കാണ്. എൻ്റെ മുമ്പിൽ ഒരു സ്വാമി ഇരിക്കുന്നുണ്ട്. വലിയ ഇത്ര മൂന്ന് രുദ്രാക്ഷമൊക്കെ പിടിച്ച് കാവ്യമൊക്കെ പുതച്ച് അദ്ദേഹം ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ചെവിയിൽ പൊട്ടാ പറയടാ, പൊട്ടാ പറയടാ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ ഞാൻ പറയാം. ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഡയലോഗ് ഇങ്ങനെയാണ്, പൊട്ടാ പറയടാ. എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ ഞാൻ പറയാം. ഞാനിങ്ങനെ ആളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ 70 അമ്മയിലും എൻ്റെ മുഖത്തേക്ക് ഒറ്റ ചിരി. സ്വാമി എൻ്റെ മുഖത്തേക്ക് ഒറ്റ ചിരി. ചിരി മായുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, നിജമേമണ്ടി, സത്യം എന്താണ്? അപ്പോൾ ആളിങ്ങനെ ചെവി പിടിക്കാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, സത്യം ദേവനിയേകാം. ദൈവമല്ലേ സത്യം, ദൈവമാണ് സത്യം. ഹല്ലേലൂയ. തമ്പുടി ചെപ്പിയത് കറക്റ്റ്. അനിയൻ പറഞ്ഞ് ശരിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിൽ വെച്ച് ഇങ്ങനെ ഈശോയെക്കുറിച്ച് അങ്ങോട്ട് പറയുകയാണ്. അപ്പോഴേക്കും എനിക്കൊക്കെ തെലുങ്ക് ഒരു ഇതൊക്കെ ഫ്ലുവൻ്റായി. ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറയുന്നു. ജനം മുഴുവൻ കേൾക്കുകയാണ്, ജനം മുഴുവൻ ആകാംക്ഷപൂർവ്വം കേൾക്കുകയാണ്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, സ്വാമി പറഞ്ഞു എനിക്ക് അഡ്രസ്സ് ആട്ടെ. ഞാൻ ഡിവൈനെ കുറിച്ച് പറഞ്ഞു. അഡ്രസ്സ് ആയോ? എനിക്ക് എൻ്റെ അടുത്ത യാത്ര ഡിവൈനിലേക്ക് ആയിരിക്കണമെന്ന് അദ്ദേഹം പറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ഇതുപോലെ ക്രിസ്തുവിനെ പങ്കുവെക്കാൻ കടപ്പെട്ടവനാണ്. 1 കൊരിന്ത്യർ 12:3 പരിശുദ്ധാത്മാവ് മുഖേനല്ലാതെ ആരും യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക സാധ്യമല്ല. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, ഈശോയെ പ്രകാശിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ ചെയ്യണം. ഇതുപോലെ പിന്നീട് ഞാനിങ്ങനെ ആ കണ്ടമാളിൽ പ്രസംഗം നടക്കും. 120 പേരെ കൊല്ലുമ്പോൾ കണ്ടമാളിൽ 2008 ഞാനുണ്ട് അവിടെ. ഹല്ലേലൂയ. അന്ന് ശക്തമായ പീഡനം നടക്കുമ്പോൾ ഞങ്ങളവിടെ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നിങ്ങൾക്കറിയാമോ, അതേ സ്ഥലത്ത് ഞാൻ ഗജപതി ജില്ലയിലായിരുന്നു, ഇപ്പുറത്തെ കണ്ടമാൾ ജില്ല. അങ്ങനെ അവർക്ക് വേണ്ടി ശക്തമായ മധ്യസ്ഥം പ്രാർത്ഥിച്ച് എന്നെ എൻ്റെ കൂട്ടുകാരനോടൊപ്പം കണ്ടമാളിൽ പോയിട്ട് വചനം പറയാൻ കർത്താവ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ് പ്രിയമക്കളെ. നിങ്ങൾ എന്താഗ്രഹിച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നോ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. ഹല്ലേലൂയ. പിന്നീട് ഞാനിങ്ങനെ മധ്യപ്രദേശ് പോവാണ്. ഞാനും എൻ്റെ വൈഫോടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ വൈഫും പിള്ളേരൊക്കെ കൂടി ഞങ്ങൾ മധ്യപ്രദേശിലേക്ക് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോവാണ്. ഫിയാത്ത് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ ആരാധനയിലാണ്. ഇങ്ങനെ ഗ്രാമങ്ങളിലെ വീടുകളിൽ കൂടെ പ്രാർത്ഥിക്കാൻ ചെല്ലും. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഒരു ടീം ഒന്ന് പറഞ്ഞു, ഒരു ബീലി ഭാഷയാണ്, അവരെന്തോ രോഗികളാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാനും വൈഫും കൂടെ പിള്ളേരും കൂടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവരുടെ നടുമുറ്റത്ത് ഇങ്ങനെ ഒരു ഹാള് പോലെ ഒരു വീട്, ഇപ്പുറത്തെ ഒരു ഹാള് പോലെ ഒരു വീട്, നടുക്ക് ഇങ്ങനെ വരാന്ത. അപ്പോൾ അവിടെ 7 മക്കളൊക്കെയാണ്, ചുരുങ്ങിയത് 7 മക്കളൊക്കെയാണ്. നമുക്കിവിടെ 1, 1.5 അല്ലേ, 1, 1.5 നമുക്ക് മക്കൾ. അവിടെ 7, 8, 10 മക്കളൊക്കെയാണ് അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രീച്ചിങ്ങിനുള്ള ആൾക്കാർ 2 വീട്ടിലും കൂടി ഉണ്ട്.
അപ്പൊ ഞങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ കൊതുകുവലയിട്ട് ഒരു 10-24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടത്തിയിരിക്കുകയാണ്. ഈച്ചയാർത്ത് നാറിയിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ മേല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ ശരീരം മുഴുവൻ പുഴുത്ത് അരക്കി കീപ്പിട്ട് മുഴുവൻ പുഴു കയറി കിടക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ആശുപത്രി കൊണ്ടുപോയില്ലേ? പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് മടക്കിയതാണ്. ദൈവമേ പെട്ടു. എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് മടക്കിയ പുഴു പിടിച്ച കേസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ മെല്ലെ കൊതുകുവല മാറ്റി അദ്ദേഹം പുതച്ചിരുന്ന മുണ്ടൊന്ന് മാറ്റി നോക്കിയപ്പോഴേ ദൈവമേ 2 കാലിലും അരയ്ക്ക് മുതലും താഴെ വരെ പുഴു മുഴുവൻ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ദൈവമേ എന്ത് ചെയ്യും? അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയാണ് കൂടോത്രം മന്ത്രവാദം, കൂടോത്രം മന്ത്രവാദം. ഒരു കത്തോലിക്ക വീട്ടിലാണ് കയറി ചെന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് സംശയമായി. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് എൻ്റെ വിളിച്ച കൂട്ടുകാരനോട് ചോദിച്ചു, ജാദൂഗർക്കെ പാസ് കോൻ ജാരേന്ന് ചോദിച്ചു. മന്ത്രവാദിയുടെ അടുത്തേക്ക് ആരാ പോകുന്നത്? അപ്പോൾ അടുത്തുനിന്ന് ആൾ പറയണേ മേം ജാദൂഗർ ഹും. ഈ ചെക്കൻ്റെ അപ്പനാണ്, ഞാനാണ് മന്ത്രവാദി എന്നാൾ വലിയ ഗമയിൽ പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ മന്ത്രവാദമാണ് ഈ മകനെ പുഴു പിടിച്ച് ഇവിടെ കടത്തിയിരിക്കുന്നത്. നിങ്ങൾ യേശുവിൽ ഈ നിമിഷം വിശ്വസിച്ചാൽ നിങ്ങളുടെ ഈ മകൻ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കുന്നു പറയാണ്. അപ്പോൾ ആൾ പറഞ്ഞു സൗഖ്യപ്പെട്ടാൽ ഞാൻ ഇപ്പോൾ വിശ്വസിക്കാമെന്ന് ആൾ പറയാണ്. അവിടെ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്, ഹിന്ദു ഫാമിലിയാണ് അവർ. ഇവിടുത്തെ ക്രിസ്ത്യൻ പെണ്ണിനെ അവർ കെട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇന്റർകാസ്റ്റ് മാരേജ് അവിടെ ഭയങ്കരമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വല പൊന്തിച്ച് തലയിൽ കൈവച്ചു, എൻ്റെ ഭാര്യ കയ്യിൽ വെച്ചു, മക്കൾ കാലയിൽ കൈവച്ച്. ശീല പോയി ഛർദ്ദിച്ചു പോയിട്ട് നാറിയിട്ട് ഛർദ്ദിച്ചു പോയി. അത്ര നാറ്റാണ്. മനുഷ്യ ശരീരം ചെയ്യുന്ന അവസ്ഥ എന്താണെന്ന് ഓർത്ത് നോക്കിയേ. പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് വന്നത്, സുഗന്ധവാഹിനിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിൽ ഈ ദുർഗന്ധം വിട്ടുപോട്ടെ ഒറ്റ പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ നിമിഷം ഈ മകൻ്റെ ഈ ദുർഗന്ധം വിട്ടുപോയി. ഹല്ലേലൂയ. പെട്ടെന്ന് ആത്മാവ് അങ്ങനെയാണ് പ്രേരിപ്പിച്ചത്. സുഗന്ധവാഹിനിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാമത്തിൽ ഈ ദുർഗന്ധം വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിച്ച നിമിഷം ആ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ആ ദുർഗന്ധം വിട്ടുപോയി. ആൾക്കാർ പറഞ്ഞു മണം മാറി, ദുർഗന്ധം മാറി, ദുർഗന്ധം മാറി എന്ന് പറയാണ്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി. പിന്നീട് ഞാൻ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം കട്ടിലേൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ചോദിച്ചു ഞാൻ വേണ്ടി അല്ല, ഞാൻ ചോദിച്ചു എന്ത് പറ്റി, നടക്കാത്ത എന്താണ്? അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ മാസങ്ങളോളം കിടന്ന് കാലിൻ്റെ അടിയുടെ തൊലി സോഫ്റ്റായിപ്പോയി. എന്നിട്ട് ആളെന്നെ മുണ്ട് മാറ്റി കാണിച്ചു തരാണ്, പാൻസ് മാറ്റി കാണിച്ചു തരികയാണ്. പ്രിയ സഹോദരങ്ങളെ, ആ കാല് ഒരു ചെറിയ കുട്ടിയുടെ കാല് പോലെ സോഫ്റ്റായിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ലൂക്കാ 5:17 എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ ശക്തി യേശുവിനുണ്ടായിരുന്നു. ലൂക്കാ 6:19 യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയിരുന്നു. സുധിച്ചേ ലൂക്കാ 6:19 യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുന്നു. കർത്താവേ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, സകല രോഗങ്ങളും, ക്യാൻസർ രോഗങ്ങൾ വചനത്തിന് യോഗ്യതയാൽ സൗഖ്യമാക്കപ്പെടട്ടെ. ഷാബറോ ഷാബറോ ലാബ ഷിയാർ അലരാദിയ ഷിയാർ അലരാദിയ ഷിയാർ അലരാദിയ ദിയ 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 ദിയ. എഴുന്നേറ്റുന്നേ, എല്ലാവരും എഴുന്നേറ്റുന്നേ. അപ്പോൾ പ്രിയമക്കളെ, യേശുവിനെ പങ്കുവെക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. നമ്മളുമായി ബന്ധപ്പെട്ടവരിലേക്ക് നമ്മളിലേക്ക് നമ്മുടെ കൃപ വിട്ടുപോകുന്ന അങ്ങനെയാണ്. യേശുവിനെ പങ്കുവെച്ചാലാണ് നമ്മൾ അനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് തീരുന്നത്. ഹാലേലുയ്യ ഹാലേലുയ്യ ഹാലേലുയ്യ. ഞാൻ ഇന്ന് ശുശ്രൂഷയിലാണ്, 30ാമത്തെ കൊല്ലമാണ് ശുശ്രൂഷയിലാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വിശുദ്ധീകരണം നടക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര ദാനങ്ങളും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഭാര്യ, 2 മക്കളെ അമ്മ ശുശ്രൂഷയിലാണ്, പൂർണ്ണ ശുശ്രൂഷയിലാണ്. ഹാലേലുയ്യ ഹാലേലുയ്യ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളൊന്ന് കണ്ണടച്ച് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച് എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഒന്ന് സമർപ്പിച്ചേ. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. 2 കൊരിന്തോസ് 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമുക്കറിയാമല്ലോ.
അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി. യേശു ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. 2 കൊരിന്തോസ് 9-ാം അധ്യായം 8, 9, 10 വചനങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവൻ വാരി വിതറി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് നമ്മുടെ ദൈവം. അവൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അതേ കർത്താവെ, വചനങ്ങളുടെ യോഗ്യതയാൽ കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തന്റെ നീതിയുടെ പാതയിൽ അവിടുന്ന് എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവിന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവിന്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. വചനങ്ങൾ വചനങ്ങൾ ആത്മീയ, ഭൗതിക, മാനസിക, ശാരീരിക, സാമ്പത്തിക മേഖലകളിൽ ഈ മക്കളിൽ നിറവേറട്ടെ. സ്തുതിച്ചേ, ശക്തമായി സ്തുതിച്ചേ, ആഗ്രഹിച്ച് സ്തുതിച്ചേ. കർത്താവിന്റെ പ്രവൃത്തികൾ വചനങ്ങൾ വഴി നിറവേറുന്നു. കർത്താവിന്റെ വചനങ്ങൾ ഫലം പ്രൊഴിക്കാൻ തിരിച്ചു വരികയില്ല. അത് കർത്താവിന്റെ ഉദ്ദേശം നിറവേറ്റും. കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ, വചനങ്ങൾ വിജയപ്രദമായി ഈ ദൈവജനത്തെ നിറവേറ്റും. Holy Spirit, fill upon us. Holy Spirit, fill upon us. Fill upon us. In the name of Jesus. യേശുനാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി മക്കളിൽ ഇറങ്ങട്ടെ. കൃപാവര ദാനങ്ങൾ ഇറങ്ങട്ടെ.